സർവലവനേ സ്തോത്രം, സർവാംഗ സുന്ദരനേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ആരും മൗനമായിരിക്കാതെ ഈ രാത്രി കാലം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ എന്നൊക്കെ വേണം. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാണ്ട് തന്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന കർത്താവ് ഈ രാത്രി കാലവും നമ്മുടെ മധ്യേ ഉള്ളതിനാൽ നമുക്ക് അവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാഗങ്ങളെ ഇടപെടാതെ അർപ്പിക്കുവാൻ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ട് ആരും മൗനമായിരിക്കാതെ വിടുതലിൻ്റെ ദൈവം ഈ രാത്രി കാലം നമ്മുടെ മധ്യയുള്ളതിനാൽ രാജാതിരാജാവായവൻ, കർത്താതി കർത്താവായവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവ്, ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കാൻ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ദൈവപുത്രന്മാരെ ഹോവയ്ക്ക് കൊടുപ്പീൻ, ഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ എന്ന് പറയുന്ന പ്രകാരം ഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ ഈ രാത്രി കാലം നമ്മത്തിന് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജുഡരമനഗദര ബൗഡമനാദല ജീവമനഗദര ഗശന്തരാദരവ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിനെ ആരാധിപ്പാ. ഉടരമനഗദര ബൗഡമ ജീവമനഗദര ഗശന്തരാദവ ഉടബലാദര ബൗഡമനാദര ജീവമനഗദര ബൗഡവര രിഗവരാദരവ ജീവമനഗദര ബൗഡവരാദിഗക്ഷരാദര. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രി കാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടെ നൽകിയ സാവകാശനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. സഹായകമായിട്ട് കർത്താവേ, നിന്റെ ജനം തിരുസനിലായിരിക്കുന്നത് ഈ രാത്രി കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി വിടുതലായി സന്തോഷമായി തീരുവാൻ സ്വർഗമേ അവിടെ ഇടയാക്കണമേ. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രമേകം അവിടുന്ന് കൂട്ടി വരുത്തിയാട്ട് തടസ്സങ്ങളെല്ലാം മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ ഈ രാത്രി കാലം അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയുമാറാകണമേ. ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. നരിയാണിയുള്ളവല്ല, മുട്ടുള്ളവല്ല, അറിയുള്ളവല്ല, നീന്തിട്ട് കടപ്പാൻ വയ്യാത്ത വലിയ ആത്മപ്രവാഹത്തിൽ ഈ രാത്രികാലം നീന്തി തുടുപ്പാൻ എല്ലാ നിന്റെ ജനത്തെയും കർത്താവേ അവിടുന്ന് ഒരുപോലെ ശക്തീകരിക്കണമേ. ഓ എസെക്കിയേലിനെ ദർശന താഴ്വരയിലേക്ക് നടത്തിയതുപോലെ ദർശനങ്ങളെ കാണുവാൻ, വെളിപ്പാടുകളെ പ്രാപിപ്പാൻ, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെടുവാൻ, അന്ത്യകാല സൂക്ഷിക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇതൊക്കെ വേണം ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്ന പോലെ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറയുന്ന പ്രകാരം ജീവജല നദി ഒഴുകുവാൻ അതിദേശത്തേക്ക് കവിഞ്ഞൊഴുകി. ഹല്ലേലൂയ. ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചെഴുന്നേൽക്കുവാൻ ഇതൊക്കെ വേണം സ്വർഗത്തിലെ ദൈവമേ ഈ ദിവസം കൊണ്ട് പ്രവർത്തിക്കണമേ. ഓ സഭയായി കർത്താവേ, വ്യക്തികളായി, കുടുംബങ്ങളായി എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കണം. പാടുവാനും ആരാധിപ്പാനും അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന അവിടുത്തെ അഭിഷക്തന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം നിന്റെ ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ, ആലോചനകൾ ആത്മനിർഭരത്തോടെ പ്രസ്താവിപ്പാൻ അവിടുന്ന് അധികാരപ്പെടുത്തണമേ കർത്താവേ. വലിയ വിടുതൽ രാത്രികാലം അയക്കണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഏകാഗ്രഹത്തോടെ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. തേജസ്സേറുന്ന ഹല്ലേലൂയ രൂപം നമ്മുടെ ചുറ്റും ഹല്ലേലൂയ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ. എല്ലാവരും 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പലരും വാക്ക് മാറുമ്പോൾ
വാക്ക് മാറാത്ത കർത്താവുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, പലപ്പോഴും അവനെന്തോ നമ്മളോട് ആ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയി. പക്ഷേ വാക്ക് മാറാത്തൊരു കർത്താവ് അവൻ നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വാക്തത്വങ്ങളൊക്കെ പലപ്പോഴും ലേറ്റായി പോയി. അയ്യോ, ഇപ്പോൾ സംഭവിക്കുന്നില്ലല്ലോ, എൻ്റെ വാക്തത്വം എന്താണ്? ഹല്ലേലൂയ, ഞാൻ നിന്ന് അതിലേക്ക് ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണല്ലോ. പല അഭിഷക്തന്മാരിൽ നിന്ന് ദൂത് കേട്ടയാണ്, എനിക്ക് ഈ വാക്തത്വം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒരിക്കലും വാക്കും മാറാത്തവനാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന ആളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന ആളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്റെ അകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്റെ അകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവേ. രോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവേ. രോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവേ. നല്ല വൈദ്യനും ദിവ്യൌഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൌഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, എന്നുമെന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവേ, ഇന്നുമെന്നും കൂടെയുള്ളവേ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ അവകാശം ജ്ഞാനം പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ അവകാശം ജ്ഞാനം പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവേ.
സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയിൽ ജീവിക്കുന്ന നാളെല്ലാം പോഷിച്ചിടും പൊന്നുനാഥനേ. ഈശോയിൽ ജീവിക്കുന്ന നാളെല്ലാം പോഷിച്ചിടും പൊന്നുനാഥനേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ. നല്ല വൈദ്യരോ ദിവ്യൗഷധവുമൻ ആത്മസാഖിയും അവൻ തന്നെ. നല്ല വൈദ്യരോ ദിവ്യൗഷധവുമൻ ആത്മസാഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള തുള്ളുന്നേ. ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ള തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ കാലഗീതവും അവൻ. നല്ല വൈദ്യരോ ദിവ്യൗഷധവുമൻ ആത്മസാഖിയും അവൻ തന്നെ. നല്ല വൈദ്യരോ ദിവ്യൗഷധവുമൻ ആത്മസാഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, അവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മാറി തെരിവ തെരിവ മാറി തെരി തെരിവ മാ തെരി തെരിവ 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 ora barada eri parate ori baba eri tereba eri chamsayo eri baba eri paraba eri baba eri tere eri baba eri eri tere baba eri paraba baba Ola chadi da chave o sabes Dios que yo quiere
മഹത്വം കർത്താവേ. ഓ രമണവശി രമണബബബബ. ഓ രമണശ്രീ രമണബബബബബബബ. രമണവശി. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോട് ജീവിച്ചു ആറുതൽ പേടും ഞാൻ. നേരോട് ജീവിച്ചു ആറുകൾ പേടും ഞാൻ. തീരൂവൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂവൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുകൾ പേടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുകൾ പേടും ഞാൻ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും ദൃഷ്ടിയാൽ ജീവിക്കും. ഇഷ്ടന്മാർ വിട്ടാലും ദൃഷ്ടിയാൽ ജീവിക്കും. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. കൂട്ടുകുടുംബക്കാർ കെട്ടാമായി വിട്ടിടും. കൂട്ടുകുടുംബക്കാർ കെട്ടാമായി വിട്ടിടും. കൂട്ടു സഹോദരർ ദുഷ്ടരായി തള്ളിടും. കൂട്ടു സഹോദരർ ദുഷ്ടരായി തള്ളിടും. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. എന്തു മനോഹരം എന്താ ചിന്തിക്കുകിൽ. എന്തു മനോഹരം എന്താ ചിന്തിക്കുകിൽ. സന്തോഷദേശമേ എന്നിൽ ഞാൻ ചേർന്നിടും. സന്തോഷദേശമേ എന്നിൽ ഞാൻ ചേർന്നിടും. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ യോദ്ധാവിനക്കരെ സഹേദ സംഘത്തെ യോദ്ധാവിനക്കരെ സഹേദ സംഘത്തെ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. രാജാമൂടി ചൂടി രാജാധിരാജനെ രാജാമൂടി ചൂടി രാജാധിരാജനെ ആലിംഗനം ചെയ്യും നാളിലൻ ആനന്ദം. ആലിംഗനം ചെയ്യും നാളിലൻ ആനന്ദം. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. 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 ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആളുകൾ പേടും ഞാൻ. നേരോടെ ജീവിച്ചു ആളുകൾ പേടും ഞാൻ. തീരൂഹേ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരൂഹേ ദുഃഖം വിലാപം
ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. കഷ്ടതയാകും നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകും നഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടന്മാർ വിട്ടാലും ദൃഷ്ടിയാ ജീവിക്കും, ഇഷ്ടന്മാർ വിട്ടാലും ദൃഷ്ടിയാ ജീവിക്കും. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. കൂട്ടുകുടുംബക്കാർ തെറ്റാമായി വിട്ടാലും, കൂട്ടുകുടുംബക്കാർ തെറ്റാമായി വിട്ടാലും, കൂട്ടു സഹോദരർ ഭ്രഷ്ടരെ തള്ളിടും, കൂട്ടു സഹോദരർ ഭ്രഷ്ടരെ തള്ളിടും. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. എന്തു മനോഹരം എന്താ ചിന്തിക്കുവിൽ, എന്തു മനോഹരം എന്താ ചിന്തിക്കുവിൽ, സന്തോഷദേശമേ നിങ്ങൾ ഞാൻ ചേർന്നിടും, സന്തോഷദേശമേ നിങ്ങൾ ഞാൻ ചേർന്നിടും. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, യോദാനക്കരെ സാഗര സംഘത്തെ, യോദാനക്കരെ സാഗര സംഘത്തെ. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. കൂട്ടിൽ ഞാൻ കയറിടും പാട്ടോടെ യാത്രയ്ക്കായി, കൂട്ടിൽ ഞാൻ കയറിടും പാട്ടോടെ യാത്രയ്ക്കായി. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ ചെത്തിയിടും, കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ ചെത്തിയിടും. തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ. 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 തീരുമേ ദുഃഖമില്ലാതും ചേരും ഞാൻ സ്വർഗ്ഗവേഗം പാഴ്ചാരിയമാണങ്ങളെ ഞങ്ങള് സമരതാമത് ചവിട്ടി വധിക്കുകയാണ്. ജനത്തിന് വിടുതൽ നടത്തുവാനുള്ള എല്ലാ പാരിചാരിക ഗോപുരങ്ങളും ആരോഗ്യത്തെ വിട്ടയക്കാതെ തടയുന്നു. അറവര്യ മണ്ഡലങ്ങളും സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിനെ നാമത്തിൽ ഇരുന്നൂറ് പൂർണ്ണമായി നീങ്ങുന്നുണ്ട്. അതോലകളുടെയും മുഴക്കാറുകളൊക്കെ മടങ്ങു മറങ്ങുന്ന യേശുവിന് മകത്തു 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 മകത്തു. ഓ അച്യുതന് മകത്തു മരവിയോ, അച്യുതന് മകത്തു 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 മകത്തു. സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിനെ നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശുവിനെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുണ്ട്. തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിനെ നാമത്തിൽ നിരന്തരകാലം തകർന്നു മാറണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ
വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവിന്റെ നാമം ഈ രാത്രികാലം നമ്മുടെ മധ്യേ മഹത്വം എടുത്തുകൊണ്ടിരിക്കുക. അവിടുത്തെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലാണ് ഇരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് സഹോദരന്മാരൊരാളും പ്രാർത്ഥിച്ചാട്ടും. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഷിൻഡോ സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിശുദ്ധ ആരാധനയായി ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് സഭയായി കടന്നു വന്ന് കർത്താപ്പച്ചനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഒരുക്കി തന്ന ഈ നല്ല സമയങ്ങൾക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് ഹല്ലേലൂയ ഇന്നത്തെ രാത്രികാലത്തെ ആരാധനയെ മുറ്റുമായി അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ആരാധനയായി കർത്താവേ, ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ ബലം പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് രാത്രികാലം സ്വർഗ്ഗം ഇടയാക്കിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്വർഗ്ഗം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്മകൾക്കുമായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ സഭയാ കുടുംബങ്ങളായി കുഞ്ഞുങ്ങളെ കർത്താപ്പിച്ച് കാത്തു പരിപാലിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓരോരുത്തരെ അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ മുറ്റുമായി അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ, സഭയുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളെ ഞങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഇടയാക്കിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ രാത്രിത്തെ ആരാധന അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കടന്നു വരുവാൻ കഴിയാതെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സംബന്ധമായി ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. ഞങ്ങൾ അനുഭവിക്കുന്ന അതേ ആത്മീക സന്തോഷം ഇന്ന് രാത്രികാലം അവരും അനുഭവിക്കത്തക്കവണ്ണം സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഇടയാക്കിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ കർത്താവേ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം സ്വർഗ്ഗം അവർക്ക് ദാനം ചെയ്താണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഹല്ലേലൂയ. ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചല്ലോ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ സ്വർഗ്ഗം നൽകി തരുമാറാകണമേ ഇന്നത്തെ രാത്രികാലത്തെ. ഹല്ലേലൂയ. സങ്കീർത്തനം, ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവദാസന്മാരെ ദൈവശക്തിയോടെ ബലപ്പെടുത്തണം കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൂത സ്വർഗ്ഗം ഏൽപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ അധികം ശ്രദ്ധയോടെ ദിവസങ്ങളിൽ കരുതിക്കൊണ്ട് അതിപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ, അഭിഷേകത്താൽ നിറയപ്പെട്ടവരായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഓരോ ദിവസക്കാലം ഞങ്ങൾ ആയിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നപ്പ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ഈ ദിവസങ്ങളെ അഭിഷേകത്താൽ നിറയപ്പെട്ട തലമുറയായി എഴുന്നേൽക്കുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഇടയാക്കിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവദാസനെയും കുടുംബമായി അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ശുശ്രൂഷകളെ എല്ലാം അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നപ്പ, ഇന്നത്തെ രാത്രിത്തെ കൂട്ടായ്മ അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പ. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിച്ചിരിക്കാല സ്തോത്രം. പ്രാർത്ഥന അപ്പച്ചൻ കേട്ടിരിക്കാല സ്തോത്രം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും പ്രത്യാശ നിലനിർത്തും. പ്രാർത്ഥനയാചനം കേട്ടനായി സ്തോത്രം. പൊന്നെ യേശുവിന്റെ നാമം തന്നെ ആമേൻ. സന്തോഷപൂർവ്വം പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഇളകൂടാതെ വത്സല്യമായ കർത്താവേ, നല്ലൊരു വെള്ളിയാഴ്ച രാത്രികാലം കർത്താവേ, ഹല്ലേലൂയ. സഭയായി കുടുംബങ്ങളായി കർത്താവേ, ഞങ്ങളുടെ തിരുപാലത്തോടൊപ്പം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന പശ്ചാ കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ. രാത്രികാലം അങ്ങ് ചെയ്യുന്ന ഉപകാരങ്ങൾ മറക്കാതെ വേണം കർത്താവെ അങ്ങയുടെ സ്ഥാനിൽ കടന്നു വരുവാൻ സ്വർഗമൊരുത്തിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കഴിയുന്നു. കർത്താവെ, ഈ മരുഭൂമിയിൽ കർത്താവ് ഞങ്ങളെ ഓരോ ദിനംതോറും നടത്തുന്ന ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപ്പാ ഞങ്ങൾ ആയിരുന്നിടത്തെല്ലാം ദൈവം സൂക്ഷിച്ചല്ലോ. വരാമെന്ന ആപത്തനർത്തുന്ന എല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ചല്ലോ. അപ്പച്ചാ കർത്താവെ, ഞങ്ങളുടെ യോഗ്യതയോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ലപ്പാ,
അങ്ങയുടെ കരുണയാണ് അപ്പ, അങ്ങയുടെ കൃപയാണ് അപ്പ. ഹല്ലേലൂയ. ദൈവമേ, സഭയാൻ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പച്ച. ദൈവമേ, ആരെങ്കിലും ഭാരത്തോട് കർത്താവെ പ്രയാസത്തോടെ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ച, വലിയൊരു വിടുതലോടെ കർത്താവ് ഇന്ന് രാത്രികാലം അങ്ങ് മടങ്ങുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി വന്നിട്ടുള്ളവർ കർത്താവെ സൗഖ്യം പ്രാപിച്ച് മടങ്ങുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. നല്ല പാട്ടുകളെ ഞങ്ങൾക്ക് പാടുവാൻ തമ്പുരാൻ തന്നല്ലോ അപ്പ. ദൈവമേ, നല്ല സങ്കീർത്തനങ്ങളെ അവിടെ തരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവദാസനായി കുടുംബത്തിനായി സ്തോത്രം കർത്താവെ. ഇടിവിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ തൻ്റെ ദേവദാസനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ മധ്യ അയച്ച ദേവദാസന്മാരെ അങ്ങോട്ട് കാര്യങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പച്ച. ക്രൂശിൻ്റെ മറവിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ തൻ്റെ ദേവദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗ്ഗം ഇന്ന് രാത്രികാലം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 130 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. Psalms 130, 130 സങ്കീർത്തനം. യഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങൾ നോക്കുകയും വീണ്ടെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദമെടുത്ത് താണിരിക്കാം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അവിടുത്തെ സാന്നിധ്യവും കൃപയും അവിടെ നമ്മുടെ മേൽ പകർന്നുകൊണ്ടേ ഇരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശുവിൻ്റെ സാന്നിധ്യം ഈ രാത്രികാലവും നമ്മുടെ Jesus Christ, my living hope. Who could imagine such great a mercy? What heart could fathom such boundless grace? The God of ages stepped down from glory to wear my sin and bear my shame. The cross has spoken, I am forgiven. The King of Kings calls me his son. Beautiful Savior, I'm yours forever. Jesus Christ, my living hope. Make a joyfulness on the earth, Psalms on the words, one faith and my family. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊടുക്കണം. Psalms 150 verse 7. He is the Lord our God, his judgment are in all the earth. Please pray for me and my family. പ്രൈസ് ദി ലോർഡ്. Praise the Lord, oh praise the Lord, all you nations, praise him, praise all you people. Psalms 117 verses 1, please pray for me and my family. ആമേൻ. യഹോവേ, കണ്ടെത്താണ് കാലത്ത് അവൻ അന്വേഷിപ്പേ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചു ദേശിപ്പേ. ആമേൻ. Praise Lord, amen. Thank you, Lord, for wonderful day. Thank you, Lord, for helping me. With long life, I satisfy him and show him my salvation. Please pray for me and my parents. Praise Lord.
Praise the Praise the Lord. Lord. Hear, my son, your father's instructions and forsake not your mother's teaching. Proverbs 1 verse 8. Please pray for me and my family. സ്തോത്രം. നിക്ക് മക്കളെ, അതിലിപ്പോ തീർന്നില്ല. Isaiah 53 verse 5. But he was pierced for our transgression, he was punished for our iniquities. It's the punishment that brought us peace upon him, and by his wounds we are healed. Amen. Praise Lord, the Lord that made heaven and earth will bless thee out of Zion. Psalms 134 verse 3. Praise the Lord. The Lord is my shepherd. Praise the Lord. Ephesians 6 verse 10 and 11. Finally be strong in the Lord and the strength of his might. Put on the whole armor of God that you may be able to stand against the schemes of evil. Amen. Amen. കഴിഞ്ഞു. ഇനി പറഞ്ഞു. The Lord is my shepherd, I shall not want. Psalms 23 verses 3. Please pray for me, my family. 1. 1. അത് സ്പീഡ് 23 കൂടിയുണ്ട്. verses 1. ഓക്കെ, ഗുഡ്. Praise the Lord. Our help is in the name of the Lord who made heaven and earth. Psalms 124 verse 8. Praise the Lord. The Lord will keep you from all evil. Psalms 121 verse 7. Praise the Lord. You shall love your God with all your heart, with all your soul, with all your mind. Matthew 22 verses 37. Please pray for me and my family. Praise the Lord. Come on, let us sing for joy to the Lord. Please pray for me and my family. Praise the Lord. God is love. Amen. 1 Corinthians 11 verse 23 and 24. For I received from the Lord that I also delivered to you in the Lord, that in the same night he betrayed, took the bread, and when he gave thanks, he brake it and said, Take, eat, this is my body, do this for my remembrance. Praise the Lord. I thank my God for mentioning me for this prayer. Philemon 1 verse 4. Praise the Lord. Praise the Lord. Psalms 92 verses 12. The righteous shall flourish like a palm tree. He shall grow like a cedar in Lebanon. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. ദുഷ്ടതലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങൾക്കെല്ലാവരും കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായി, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലരുടെ എക്സാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുവാൻ എന്നൊക്കെ വേണം. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മുഖത്തപ്പെടുത്തിയാട്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനിടവരട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ആമേൻ സ്വതന്ത്രം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ അങ്ങനെ വചനം പറയാനിരിക്കുന്നില്ല. എനിക്ക് കർത്താവിൻ്റെ ദാസനുള്ളത് കൊണ്ട് ശക്തമായി ദൈവം നമ്മളോട് സംസാരിപ്പാനിടവരട്ടെ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരിചിതരാണ്. എങ്കിലും നമ്മുടെ സന്തോഷിച്ചാൻ കുടുംബം പ്രിയ ശാമ്പതർ ഇങ്ങനെ സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുവാൻ സ്വോത്രം പറയുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ പാസ്റ്ററുടെ മോനാണ് ജിബിൻ പാസ്റ്റർ ഞങ്ങളുടെ ഇടയിൽ വന്നു. കുറച്ച് ദിവസം താമസിച്ചു. ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മോനെ ഒന്ന് കൊണ്ടുവന്നാൽ കൊള്ളാം. അതിനെന്നെ പാസ്റ്റർ രാവിലെ ഇങ്ങനെ പോരാൻ പറഞ്ഞ് അപ്പോൾ തന്നെ വിസ എടുത്ത് പിറ്റേ ദിവസം ഇങ്ങനെ കൊണ്ടുവന്നു. സ്ഥലമൊക്കെ കാണിച്ചു. ഇവിടെ ഒരു ജോലിയൊക്കെ ആകാനിടയായി. ഇവിടെ ഒരു കൊയറിൽ നിൽക്കുന്ന ഇടയാകുന്നതിൽ വലിയ സന്തോഷം. കർത്താവ് തന്നെയും ദാസനെയും കുടുംബത്തെയും താളം അനുഗ്രഹിക്കട്ടെ. പ്രിയച്ചായനെ എല്ലാവരും കർത്താവ് താളം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് ഒരു വചനം പറയാൻ നിൽക്കുന്നില്ലെങ്കിലും ഒരു വാക്യം പരിശുദ്ധാത്മാവിനെ ഇവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിനകത്ത് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയാൻ ഒരു ആലോചന എൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചത് കൊണ്ട് ഞാൻ ആ വാക്യം മാത്രം വായിച്ചു. അതിനകത്ത് നിന്ന് ഒരു മിനിറ്റിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒരാൾ ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. അപ്പോൾ എനിക്കറിയത്തില്ല എന്താണ് അതിനകത്തെ വ്യക്തമായ
ആലോചന എന്ന് പറയുന്നത്. ഞാനിവിടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, എന്താണ് ഇന്ന് പകലിൽ രാത്രിയിൽ ഇവിടെ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ സഭയോട് പറയേണ്ടിയ ഒരു ആലോചന എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ അലഞ്ഞു തിരിയും. ഈ ലോകത്ത് അനേകരെ അലയുന്നുണ്ട്, അലഞ്ഞു തിരിയുന്നുണ്ട്. ആമേൻ. എന്നാൽ ബാലസിംഹങ്ങൾ ആഹാരം കിട്ടാതെ അലഞ്ഞു തിരിയുമ്പോഴും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന് ഉറപ്പുള്ളവരുണ്ട്. സ്തോത്രം പറയാമോ? സ്തോത്രം. ഇവിടെ അനേകർ അലഞ്ഞു തിരിയുന്നുണ്ട്, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ടാകത്തില്ല? ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന് ഉറപ്പിച്ച് ഒരു രാത്രി കൂടെ ഈ സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ എന്നോട് പറഞ്ഞ ആലോചനയായതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ 8-9 വാക്യം കൂടെ അതിന് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. യഹോവ നല്ലവൻ എന്ന് ചെയ്യണം? രുചിച്ചറിയുവീൻ. 1 രുചിച്ചറിയണം. 2 അവനെ ശരണം പ്രാപിക്കുന്ന ഭാഗ്യവാൻ. ശരണം പ്രാപിച്ച് നിൽക്കണം. 2 യഹോവയുടെ വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. ആമേൻ. 1 യഹോവ എന്ത് ചെയ്യണം? ആമേൻ. 8ാമത്തെ വാക്യം എന്താ പറഞ്ഞേ? രുചിച്ചറിയുവീൻ. യഹോവ നല്ലവൻ എന്നെ രുചിച്ചറിയുവീൻ, രുചിക്കണം. 2ാമത്തെ കാര്യം അവനെ ശരണം പ്രാപിച്ച് നിൽക്കണം. നമ്മൾ ഈ ലോകത്ത് മറ്റ് എന്തൊക്കെയോ ശരണം പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലതിലും ആശ്രയിക്കാറുണ്ട്. ആമേൻ. അവിടെ പോയാൽ കിട്ടുമോ, ഇവിടെ പോയാൽ കിട്ടുമോ, എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ സഹായിക്കുമോ എന്നൊക്കെ അലഞ്ഞു തിരിയുന്നവരുണ്ടാവും. ആമേൻ. അത് ഇര കിട്ടാതെ അലഞ്ഞു തിരിയുന്നവരാ. ആമേൻ. എന്നാൽ അവനെ ശരണം പ്രാപിക്കുന്നവർ ഒരിക്കലും അലയാനിട വരത്തില്ല. ഉറപ്പുണ്ടെങ്കിലാണ് സ്തോത്രം പറയാമോ? ആമേൻ. സ്തോത്രം. അവിടെ യഹോവ നല്ലവൻ എന്ന് എന്ത് ചെയ്യണം? രുചിക്കണം. പലപ്പോഴും നമുക്ക് രുചിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷിയാ, രുചിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഓർക്കുക, രുചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മളെപ്പോലൊരു ഭാഗ്യം വേറൊരുത്തരുമില്ല. സ്തോത്രം. അടുത്തത് ആമേൻ, അവനെ ശരണം പ്രാപിച്ച് നിൽക്കണം. 3ാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവനെ ഭയപ്പെടുവീൻ. ഭയപ്പെടണം. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഹല്ലേലൂയ. 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. ഇവിടെ ഇരിക്കുന്ന യഹോവയുടെ വിശുദ്ധന്മാരല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞേ. ഇല്ല. നമ്മൾ യഹോവയുടെ വിശുദ്ധന്മാരാണെങ്കിൽ അവനെ ഭയപ്പെടണം. അവർക്ക് എന്തുണ്ടാകത്തില്ല? ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒന്ന് പറയാമോ? എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന്, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് ഒന്ന് അതരം തുറന്ന് പറയാൻ കഴിയുന്നവർ, കരമൊന്ന് തട്ടൊന്ന് സ്വത്രം പറയാൻ കഴിയുന്നവർ, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. യാമി, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലഞ്ഞു തിരിയും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ സഭയോടും ദൈവദാസനോടും ഈ ജനത്തോടും കർത്താവ് പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആവർത്തിച്ച് ഈ വാക്യം എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനും പാസ്റ്റർ പറഞ്ഞ സമയം എടുക്കാനിടയായി തീർന്നു. അല്ലെങ്കിൽ പാസ്റ്റർക്കാണ് ഉള്ളു സമയം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴും പറഞ്ഞു, പാസ്റ്റർക്ക് സമയം കൊടുത്തേക്കാം ഇഷ്ടം പോലെ. ആമേൻ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഇവിടെ വന്ന ആരെങ്കിലും ഞാൻ അലയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് വന്നതെങ്കിൽ നീ അലയേണ്ടി വരത്തില്ല. ആമേൻ. യഹോവയാണ് നീ ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഒരിക്കലും നീ അലയേണ്ടി വരത്തില്ല. ആമേൻ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ അലഞ്ഞു തിരിയും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന് ഒന്നുകൂടി ഈ രാത്രി പ്രോമിസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഈ സമയം തന്ന കർത്താവ് ദാസനും സഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ചുരുക്ക സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരാലോചന നമുക്ക് ലഭിക്കുവാൻ നിൽക്കുകയായല്ലോ. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ആമേൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുവാനുള്ളവരല്ല ദൈവത്തിൻ്റെ ജനം. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ആമേൻ. വിശ്വാസമുള്ളവർ കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടും. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അതാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിലും അവനെ നാം ഭയപ്പെടണം. സ്തോത്രം. ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ. നാം കർത്താവിന് വേണ്ടി വിശുദ്ധന്മാരായി
വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്. സ്തോത്രം, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വിശുദ്ധിയെ തികച്ചു മുന്നേറുവാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, വായിച്ചാട്ട്, നിങ്ങൾ എഴുതിയ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. സ്തോത്രം. ഓരോ ദിവസവും യേശുവിൻ്റെ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കഴുകൽ പ്രാപിച്ച് ദൈവത്തെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ മക്കളുടെ തലമുറകളൊന്നും അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല. അവർക്കൊരു നന്മയ്ക്കും കുറവ് വരുവാൻ കർത്താവ് അനുവദിച്ചു കൊടുക്കുകയില്ല. ആമേൻ. കർത്താവിൻ്റെ അഭിഷേകത്തിനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്നൊരു പ്രത്യാശ ഗാനം പാടി ആമേൻ. സ്തോത്രം. അല്പസമയം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്ര കാഴ്ച അർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേവരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവർ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവർ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി
ഓർത്തിടുന്നു. അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ കേൾപ്പിച്ച തിരുവചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങൾ നോക്കുകയും വീണ്ടെടുക്കും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. ഈ സങ്കീർത്തന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. സാക്ഷിവാദത്തിൽ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ, കർത്താവ് എത്രയും വേഗം അവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേക പ്രിയ അനീഷിനായിട്ട് സ്തോത്രം ചെയ്യാം. നാട്ടിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി ആമേൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാരം തന്നെ എത്രയും വേഗം ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ആമേൻ സ്തോത്ര ബന്ധത്തിലേക്ക് താൻ പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് അവന് അനുയോജ്യമായ ഒരു പെൺവേദന ഒരുക്കി കൊടുക്കേണ്ടതിനായി എല്ലാവരും കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് മടങ്ങി വന്ന് വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗത്തിനിടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ജോയി കുമളി ഇന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് ആമേൻ തുടർന്ന് കർത്താവിൻ്റെ ദാസനെയും കരങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കാം. ജബിവർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നു ഞങ്ങളൊക്കെ നല്ല ദൈവമേ, നല്ല സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പാ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥാ ദൈവമേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരുസാന്നിധ്യം ദൈവമേ ഞങ്ങൾ അനുഭവിച്ചറിയുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പാട്ടുകൾക്കൂടെ, ഞങ്ങളുടെ സംഗീതത്തിലൂടെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ എല്ലാം തിരുസാന്നിധ്യം ഞങ്ങളുടെ ഒപ്പമായിരുന്നല്ലോ അപ്പാ. അപ്പൊ ദൈവമേ സാക്ഷിവാചകങ്ങളിലൂടെ തരുന്നതാ. പ്രത്യേകിച്ച് ദൈവമേ ഇവന്റെ മകനെ ഞങ്ങളുടെ കരങ്ങൾ നൽകി തരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച നിമിഷം തന്നെ ദൈവമേ സ്വർഗ്ഗം വിടുതലയച്ച കൃപകൾക്കായി സ്തോത്രം. പ്രിയ സിസ്റ്റർ ഞങ്ങളുടെ കരങ്ങൾ തരുന്നപ്പാ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്ന സ്വർഗ്ഗം മുന്നമേ ദൈവമേ അറിഞ്ഞിരിക്കുക സ്തോത്രം. അപ്പൊ മകൾക്ക് ദൈവമേ അപ്പാ ദൈവമേ അപ്പാ മാനിച്ച ദൈവമേ അപ്പാ കൊടുക്കുമാറാകണമേ അപ്പാ ദൈവമേ. അപ്പാ ഞങ്ങളോട് ദൈവമേ അപ്പാ കർത്താവിന്റെ ദാസനിലൂടെ നല്ലൊരു വചനം കേൾപ്പിക്കുവാൻ ഇടയായി അപ്പാ. അപ്പാ ദൈവമേ യഹോവ നല്ലവനെ രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്നുണ്ടോ ഒന്നിനും മുട്ടില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ അപ്പാ. ബാലസിംഹങ്ങൾ ഇരട്ടാതെ വിശന്നിരിക്കുന്നു, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവരോ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ഞങ്ങൾ കേട്ടല്ലോ അപ്പാ ദൈവമേ. അപ്പാ ഞങ്ങൾ ദൈവമേ വിശുദ്ധന്മാരാകിയാൽ, ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുന്നവരാകിയാൽ അപ്പാ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും വിശ്വസിക്കുന്ന അപ്പാ കർത്താവിന്റെ ദൈവമേ അഭിഷേകത്തിനെ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നല്ലോ അപ്പാ. സ്വർഗം തന്നെ ദൈവം തന്നെ നാവായി നിന്ന് പരിശുദ്ധാത്മാ ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ അപ്പാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉള്ളങ്ങളെയും ദൈവം സ്വർഗം പോലല്ല ദൈവമേ അപ്പാ. ദുഃഖത്താൽ കടന്നു വന്നിരിക്കുന്നവർക്ക് അപ്പാ സന്തോഷം ദൈവമേ അവരെ അണിയിച്ചുമാറാകണമേ അപ്പാ. ആദ്യം അങ്ങനെ കൃപയിൽ സാന്നിധ്യത്തിൽ ദൈവം ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം തന്നെയുള്ള യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം. തുടർന്നുള്ള സമയ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയിയെ ക്ഷണിച്ചു കൊള്ളുന്നു. അദ്ദേഹം തന്നെ പരിചയപ്പെടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഇവിടുത്തെ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ജയസിംഗ് പാസ്റ്റർ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങളൊന്നും ഒത്തിരി പരിചയമുള്ളവരല്ല.
കുറച്ച് നാളത്തെ പരിചയമുള്ളൂ. ആ പരിചയങ്ങൾ ഒത്തിരി വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവിൻ്റെ വേലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല പിതാവിൻ്റെ മനസ്സ് പ്രിയ കർത്താവിൻ്റെ ദാസൻ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാറില്ല. ദൈവം സംസാരിച്ചാൽ യാത്ര ചെയ്യും, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കും, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകളുണ്ട്. അങ്ങനെ പ്രിയ മോളെ എനിക്ക് സോറി നല്ല പരിചയമുണ്ട്. പ്രൈസ് ലോർഡ്, സോറി പ്രൈസ് ലോർഡ്. ഞാൻ ഓക്കെ അവൾ കുറഞ്ഞ നേരമായിട്ട് എൻ്റെ നോക്കി ചിരി. എനിക്ക് സ്ഥലം പറയാൻ എവിടെയാണെന്ന് പറയാൻ മനസ്സിലായില്ല. പക്ഷേ ഞാൻ അവൾ പറഞ്ഞിരുന്നു വിദേശത്ത് വെച്ച് കാണാമെന്നല്ലേ. കണ്ടതിനായി സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവത്തിന് വാക്തത്വങ്ങൾ ഒരിക്കലും മാറത്തില്ല. കാരണം ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് 1-2 വാക്കുകളിൽ പരിചയപ്പെടുത്താം. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് 29.5 വർഷമായി. 29 വർഷവും ഞാനിത് പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളൊക്കെ വിവാഹം കഴിച്ചത് പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ വെച്ചായിരിക്കാം. പക്ഷെ ഞാൻ വിവാഹം കഴിച്ച് പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് 33 വർഷം മുമ്പ് ഒരു ചുവന്ന മാലയിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചത്. അവൾ എനിക്കൊരു ചുവന്ന മാല തന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന് ഭയങ്കര ജീവനുണ്ട്. അത് വിശ്വസിക്കുന്ന രാമയും പറഞ്ഞു. ഇല്ലാത്തതിനെ ഉളവാക്കാനും പറ്റും, ഉള്ളതിനെ കുളവാക്കാനും പറ്റും. 2 വിഷയമുണ്ട് അതിനകത്ത്. ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ഞാൻ ഈ 33 വർഷം മുമ്പ് വിവാഹം കഴിക്കുമ്പോൾ അതിനുശേഷം എനിക്ക് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ഫിക്സ് എന്ന രോഗത്താൽ പിടിക്കപ്പോൾ ഡോക്ടർമാർ ഉപേക്ഷിച്ചു. ഒന്നിലും മന്ദബുദ്ധിയാൽ തളർന്നു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതി. അപ്പോൾ എൻ്റെ റൂം നിറച്ച് നേതാക്കന്മാരുടെ ഫോട്ടോയാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന എല്ലാ നേതാക്കന്മാരുടെ ഫോട്ടോയുണ്ട്. 3 കൊടിയാണ് മുകളിൽ. ഒന്ന് CPM-ൻ്റെ, ഒന്ന് SFI-യുടെ, ഒന്ന് CH-ൻ്റെ, DYFI-യുടെ. അതിൽ നോക്കി മുദ്രാവാക്യം വിളിച്ച് രാവിലെ എഴുന്നേറ്റുകൊണ്ടിരുന്നേ. എൻ്റെ വായിൽ അവനൊരു പുതിയ പാട്ട് തന്നു. ഇന്ന് ഈ മസ്കറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കിയത് എന്നെ ഇതിലേക്ക് നയിച്ച ഒരു അഭിഷിക്തൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനും നിങ്ങളും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാൻ ദൈവത്തിന് കഴിയും. അനേക പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയൊക്കെ നേർച്ചകളും വഴിപാടുകളുമായിട്ട് പോയി. എൻ്റെ കുഞ്ഞ് ഒരു മന്ദബുദ്ധിയെപ്പോലെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവളെ പോലെ നോക്കിയിരിക്കുമായിരുന്നു. പലപ്പോഴും സങ്കടം സഹിക്കാൻ വരാതെ നിന്നിട്ട്, കാരണം എടുത്ത് വടി പോലെ നിൽക്കും, വായിക്കട പത ഒഴുകും, കിടന്ന് പിടയ്ക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, നീ എന്ന് യേശുവിനെ അറിയുന്നു അന്ന് എൻ്റെ കുഞ്ഞ് സൗഖ്യമോ? ഞാൻ ചോദിച്ചു, ഇതെന്ത് യേശുവാ? എൻ്റെ കുഞ്ഞിന് രോഗിയായിട്ടാണോ എന്ന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ പാർട്ടിക്ക് കേസ് വരുമ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അറ്റി നഗറിലെ സുൽത്താൻ പാളയിൽ അഡ്വക്കേറ്റ് നന്ദകുമാർ എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതനായ ഒരു അഡ്വക്കേറ്റ്, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ഞങ്ങളുടെ നാട്ടുകാരിയാണ് ചേച്ചി. അങ്ങനെ അവിടെ പോയാണ് ഒളിവിൽ താമസിക്കുക. എന്ന് പറഞ്ഞാൽ ഒളിവിലല്ല, അവിടെ ജോലിയുണ്ട്. അങ്ങനെ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പോകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ചോദിച്ചു, ജീവനുള്ള ദൈവം എന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ അറിയാത്ത, എന്നെ അറിയാത്ത ഏതെങ്കിലും ഹിന്ദുക്കൾ നിന്നെ ആരാധിക്കുന്നെങ്കിൽ നിന്നെക്കുറിച്ച് പറയട്ടെ, എന്നെക്കുറിച്ച് പറയട്ടെ, വിശ്വസിക്കാം. എനിക്ക് പരിചയമുള്ള യേശു ചോദിച്ച ഉത്തരം തരുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിൽ സുൽത്താൻ പാള ഞാൻ നല്ലപോലെ മദ്യപിക്കുന്ന ആളാണ്. നല്ലപോലെ പോവലിക്കും, കാരണം പാർട്ടിയിലാണല്ലോ. അതുകൂടാതെ പാർട്ടിക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ ട്രെയിനിങ് ലഭിച്ച ഒരാളും കൂടെ ആയിരുന്നു ഞാൻ, വെട്ടാനും കുത്താനൊക്കെ. ഇപ്പം ആര് വെട്ടാൻ വന്നാലും കുത്താൻ വന്നാലും ചിരിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. പേര് തന്നെ ജോയി എന്നായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പം പണ്ട് കൊടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ വൈകിട്ട് ഒരു 6 മണിക്ക് ഞങ്ങൾ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാതിലെ കതകെ മുട്ടുന്ന ശബ്ദം കിട്ടുമെങ്കിൽ ആരും മലയാളി ആയിരിക്കും. ഇവിടെ ആരാ മലയാളി ഉള്ളത്? ഞാൻ പതുക്കെ എൻ്റെ മനസ്സിൽ, നീ പോയി കഥ തുറക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോകാൻ വെച്ച മടി. ഞാൻ അവരുടെ ഹെഡ് മൂത്തയാളവിടെ. അപ്പോൾ അവരാരും പോകുന്നില്ല. പെട്ടെന്ന് എന്നോട് ആരോ സംസാരിച്ചു, നീ പോയി കഥവ് തുറക്ക്. ഞാൻ ഈ ഡോറ് തുറക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ എന്നോട് പറഞ്ഞു, നിന്റെ പേര് ജോയി എന്ന്. അപ്പോൾ ഞാൻ ആരിലും പരിചയപ്പെടാൻ വന്നായിരിക്കും. രണ്ടാമത് പറഞ്ഞു, നിന്റെ വീട് തൊടുപുഴയാണ്. ഒന്ന്, അന്ന് രാത്രി ഞാൻ കണ്ടു
എൻ്റെ പേരറിയാവുന്ന ദൈവത്തെ, എൻ്റെ അഡ്രസ്സ് അറിയാവുന്ന ദൈവത്തെ. മൂന്നാമത് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുഞ്ഞ് ഫിക്സ് എന്ന രോഗത്താൽ പിടിക്കപ്പെട്ട് ഡോക്ടർമാർ വീക്ഷിച്ച് മന്ദബുദ്ധി എന്ന് പറഞ്ഞ് വീടിനകത്തിരിക്കുക. പക്ഷെ നീ യേശുവിനെ അറിയുമ്പോൾ നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. അപ്പോൾ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തെയും അറിയാവുന്ന ദൈവത്തെ പരിചയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ ചോദിച്ചു നീ ആരാ? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇന്നേക്ക് 3 ദിവസം ഒരു ചോദ്യം ചോദിച്ചില്ലേ, ജീവുള്ള ദൈവം ഉണ്ടെന്നുണ്ട്, എൻ്റെ പേര് ബാൽ എന്നാണ് അദ്ദേഹം പറവാനിടയായി. ഞാൻ കുടിച്ച മദ്യമൊക്കെ ഉരുകുന്നത് പോലെ എനിക്ക് തോന്നി. സ്റ്റേബിൾ നീക്കണമായിരിക്കുമല്ലേ? ഓക്കെ, താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മുട്ടുകുത്തി. ഞാൻ റോമൻ കത്തോലിക്കൂടി ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ 14 വയസ്സ് എൻ്റെ പപ്പ മരിച്ചുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ പാർട്ടി ഓഫീസിലാണ്. പ്രൈസ് ദി ലോർഡ്. 14 വർഷം പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങി. എൻ്റെ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങിയ തൊടുപുഴയിലുള്ള, നിങ്ങൾക്ക് കാണാൻ തൊഴിൽ വന്നാൽ TA നസീറിൻ്റെ അനുസ്മരണ യോഗം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഒരു പായി ഞങ്ങൾ കിടന്നുറങ്ങി. അദ്ദേഹത്തെ കോടാലി കൊണ്ട് വെട്ടിക്കൊന്നു. എനിക്ക് വേണ്ടി മരിച്ചവനെ ഉയർത്താൻ ഈ പുസ്തകം എൻ്റെ കയ്യിലും തന്നു. 2 വ്യത്യാസമാണ്. ഒന്ന്, യേശുവിനെ അറിയാൻ ദൈവം, ഞാൻ എപ്പോഴും പറയും, ദൈവം ഒരുത്തനെ നോക്കി അവനെ കൊണ്ട് ദൈവം പോകും. അങ്ങനെയാ പല്ലുവിനകത്തിരിക്കുന്നല്ലേ? നമ്മളൊക്കെ വലിയ പുള്ളികളായിരുന്നു, പക്ഷെ നമ്മൾ നോക്കിയത് കൊണ്ട് അവിടെ ഇരിക്കുന്നത്. കർത്താവ് ഒരുത്തനെ നോക്കി അവനെ കൊണ്ടേ കർത്താവ് പോകും. ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ആ രാത്രി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അത്ഭുതത്തിൻ്റെ ശബ്ദമായിട്ട് അത് മാറി. ഞാൻ മുട്ടുമടക്കി ചോദിച്ചു, നിനക്ക് എന്നെ എങ്ങനെ അറിയാം? അദ്ദേഹം പറഞ്ഞ മറുപടി, 3 ദിവസമായി പട്ടണത്തിൽ നിന്നെ അന്വേഷിച്ചാൽ നടക്കുക. നമ്മൾ തേടിപ്പോയതല്ല, നമ്മളെ തേടി വന്നൊരു സ്നേഹമുണ്ടെങ്കിൽ ഈ രാത്രി പറയണം, എന്നെ വിടിവിപ്പാൻ കഴിയുന്ന, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന, എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയുന്ന, എൻ്റെ തലമുറയെ അറിയുന്ന, എൻ്റെ കുടുംബത്തെ അറിയുന്ന, എൻ്റെ സിറ്റുവേഷൻ അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഞാൻ ചോദിച്ചത് വിശ്വാസിയല്ലാത്ത, പ്രാർത്ഥിക്കാൻ അറിയാത്ത ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് ബാംഗ്ലൂരിൽ ഒരാളെ ഒരുക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ ആരാധനയ്ക്ക് വരാം. അങ്ങനെ മദ്യപാനം, ഈ ശബ്ദം കേട്ടതിന് ശേഷം എനിക്ക് ഒരു തുള്ളി കള്ള് കുടിക്കാൻ പറ്റുന്നില്ല. സിഗരറ്റ് എടുത്ത് കത്തിക്കും, വലിക്കാൻ പറ്റത്തില്ല, താഴെ കളഞ്ഞു. കർത്താവ് രൂപാന്തരപ്പെടുത്തിയ ഒരു സെക്കൻഡ്, 1% പോലും വേണ്ട കേട്ടോ. നമ്മളൊക്കെ ഒത്തിരി ഉപാധികൾ പറയുന്നവർ, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ ആധരത്തിൻ്റെ മേലാ ജീവൻ ഇരിക്കുന്നത്, നിങ്ങളുടെ ആധരങ്ങളുടെ മേലാ ജീവൻ ഇരിക്കുന്നത്. അത് നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സംഭവിച്ചിരിക്കും. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, എന്താണെങ്കിലും നാളെ രാവിലെ പോയേക്ക് ആരാധനയ്ക്ക്. അപ്പോൾ എൻ്റെ കൂടെ ഒരു 2-3 പേരുണ്ട്. ഒരു ആൾ പറഞ്ഞു, നീ ഒരു സഹാബ, ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്, പ്രത്യേകിച്ച് ബന്ധക്കോസുകാരെടുത്ത്, വേറെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു ചിന്ത, ഞങ്ങളുടെ നാട്ടിലൊരു ബന്ധക്കോസ് കുടുംബമുള്ളൂ. അന്ന് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ തകരം കൊട്ടി കളിയാക്കും. അവർ കല്ലലി പറയുമ്പോൾ ഞങ്ങൾ ഇങ്കുല വിളിക്കും. അവരെ വീട്ടിൽ ഉപവാസം നടക്കുമ്പോൾ അവരുടെ വീടിന് ഓടിന് കല്ലെറിയും. അവിടുത്തെ മൂന്നാമത്തെ പയ്യൻ, അവൻ സ്വതന്ത്രം, അവന് ബാക്കിയുള്ളവരൊക്കെ വിശ്വാസത്തിലാണ്. ഇവനെ ഞങ്ങൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് അവൻ്റെ വായിൽ കള്ളൊഴിച്ചു കൊടുത്തൊരു കുപ്പി, അത് അങ്ങനെ തന്നെ വെച്ച് അവനെ കുടിപ്പിച്ചിട്ട് പിന്മാറ്റത്തിൽ കൊണ്ടുവന്നു. ഇന്ന് അവൻ IPCയിലെ പാസ്റ്റർ, ഞാൻ ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പാസ്റ്ററാ. ഇത്രയൊക്കെ കർത്താവ് ഇങ്ങനെയാ. കർത്താവിന് എന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചാൽ അത് റെഡിയാ. അപ്പം നമ്മുടെ ബുദ്ധി ചില ചിന്തയുണ്ട്, ഞാനിവിടെ വന്നായിപ്പോയി, കഷ്ടപ്പെട്ടു പോയി, നിരാശപ്പെട്ട് കിടക്കുക. അങ്ങനെയൊന്നല്ല കേട്ടോ. നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കർത്തനദാസൻ പറഞ്ഞല്ലോ, ബാലസ്മുഖം എന്ത് ഇര കിട്ടാതെ വെച്ചു. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന നിനക്ക് ഒന്നിനും കുറവരാതെ ബൈബിള് പറയാണ്, നിന്റെ ആധരം കൊണ്ട് പറഞ്ഞ, എനിക്കൊരു നല്ല അപ്പായുണ്ട്, എനിക്ക് നല്ലൊരു ഡാഡിയുണ്ട്, എന്നെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്, എന്നെ കൈവിടാത്ത എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ തകർച്ചയിലേക്ക് പോകാൻ അനുവദിക്കാത്ത, എൻ്റെ കണ്ണുനീര് വീഴുമ്പോൾ അതിന് മറികടക്കാത്ത, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ അറിയുന്ന, എൻ്റെ നെടുവീർപ്പുകൾക്ക് മറുപടി തരാൻ കഴിയുന്ന, എൻ്റെ വിലാപങ്ങൾ നൃത്തമാക്കാൻ കഴിയുന്ന, എൻ്റെ രട്ടഴിക്കാൻ കഴിയുന്ന ഒരു അപ്പ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പരാജയത്തിലല്ല, കാരണം എനിക്കൊരു നല്ല ഡാഡിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ മാറണം. ഞാൻ ഇത് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം ഇത് തന്നെ പറയാൻ പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, എടാ കുഞ്ഞെ, നാവെന്ന് വരുന്നതേ സംഭവിക്കൂ, പക്ഷെ ഈ നാവ് ഒരു വെട്ടക്ക് സാധനം എന്നാ പറഞ്ഞു.
യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണും, നാവ് പ്രൈസ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹമാസകലം ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പലരെയും ജീവിതത്തിലും കുടുംബത്തിലും ഇന്ന് നരകത്തിന്റെ തീ കത്താനുള്ള കാരണം നിങ്ങളുടെ വാക്കുവാദങ്ങളാണ്. അതിനെ സ്വത്രം പോയേ. സത്യമായിട്ട് നമ്മുടെ കാര്യം തന്നെ ഇല്ല. ഞാൻ കുമളി പറഞ്ഞാൽ വല്ല തൊഴിൽ പറഞ്ഞാൽ പോരെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? അതനുസരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇനി ഞാൻ പറയുമ്പോൾ ഈ കൈ പൊങ്ങിയതും സ്വത്രം പറഞ്ഞ് ഞാൻ കാണണം. അതുകൊണ്ടാണ് എനിക്കെല്ലാം ചിരിച്ചു മുഖം കാണുന്നത് ഇഷ്ടമുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ തിരുവചനം വായിക്കുന്നതിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഞാൻ സാക്ഷ്യത്തിൽ അവിടെ നിർത്തുക. അങ്ങനെ അവിടെ വെച്ച് ഞാൻ കർത്താവിനെ അറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആരാധനയ്ക്ക് പോയി. ആദ്യത്തെ തമിഴ് ആരാധനയായിരുന്നു. സ്വത്രം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനത് പാസ്റ്ററൊക്കെ തമിഴ് പറയുമ്പോഴും അവർ രണ്ടും തമിഴ് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തമിഴ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. ആര് പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യും. ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കാണ് ഭയങ്കര വിദ്യാഭ്യാസമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. ജോയി MD ആണ്. എന്താണ്? മാസ്റ്റർ ഡിഗ്രിയാ. ഒരു പ്രവാചകന്റെ തലേക്ക് വെച്ചിട്ട് പറഞ്ഞു, മഹത്വമേറിയ ഡിപ്പാർട്ട്മെന്റിലെ സന്തോഷമുള്ള വേലക്കാരൻ ജോയി MD. സന്തോഷമായില്ലേ? അതാണ് കൃപ. പ്രൈസ്. ശ്രദ്ധിച്ച് കേട്ടെ. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരുന്നു. എന്നോട് പറഞ്ഞ സമയത്തിന് മുമ്പ് ഞാൻ ഇരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ രാത്രി നമ്മൾ അറിയേണ്ടത്, എന്നെ ദൈവം കണ്ടു, എന്നെ തെരഞ്ഞെടുത്തു. അന്ന് രാവിലെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഈ സഹോദരൻ എന്നും വരും പ്രാർത്ഥിക്കാം. ഒരു പഴയ ചേതക്കൻ്റെ സ്കൂട്ടറാ, അതേ കയറ്റിയിരുത്തു എന്നെ. എന്നിട്ട് ഇദ്ദേഹം ഒരു കാർഡ്ബോർഡ് കൊണ്ടുവരും. മാറ്റുന്നൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ കല്ല് പിടിച്ച ഗ്രൗണ്ടിനകത്ത് ആ കാർഡ്ബോർഡ് ഇട്ട് എന്നെ അത് മുട്ടുകുത്തിച്ചിട്ട് ഇദ്ദേഹം ആ ചരളി മുട്ടുകുത്തിട്ട് പറയും, കർത്താവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആ ഭക്തന്റെ പ്രാർത്ഥനയാ ഇന്ന് മസ്കറ്റിലെ AG ഹാളിനകത്ത് വന്ന് പ്രസംഗിക്കാൻ കൂടാതെ എനിക്ക് ഭാഗ്യം തന്നത്. നമ്മളെ നടത്തുന്നവരെ ഓർക്കാൻ നമ്മൾ കഴിവുള്ളവരായിരിക്കണം കേട്ടോ. അത് ഏറ്റവും നമ്മളെ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തയ്യാറാകണം. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. 7-ാം ദിവസം, അതായത് ഏപ്രിൽ മാസം 9-ാം തീയതി രാത്രി ഞാൻ കിടക്കുന്ന റൂമിനകത്ത് ഒരു വലിയ ശബ്ദം കേട്ട് 12:30 മണിക്ക്, നീ എന്നെ സ്വീകരിക്കുക എൻ്റെ മകനാകാം. രണ്ട് ശബ്ദം. എനിക്ക് ബൈബിളില്ലെന്ന് എൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ ചോദിച്ചത് എന്താ ശബ്ദം? അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ ഇവന് ഭ്രാന്ത, പെന്തക്കോസിൽ പോയത് കൊണ്ടാണ്, കുഴപ്പമില്ല. എന്നാലും വീണ്ടും അടുത്ത ശബ്ദം കേൾക്കുവാണ്. റോമാലേഖനം 10-8-9 വാക്യം, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറയുന്ന രക്ഷിക്കപ്പെടും. യഹൂദനെന്നും യവനെന്നുമില്ല, ദൈവം എല്ലാവർക്കും ഒരുവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഞാൻ നോക്കി വായിക്കുമ്പോൾ 4 ചുവരിൽ നോക്കി വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ ഇവിടെ കാണാൻ കഴിയും. ഞാനത് വായിച്ചുകൊണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള പറഞ്ഞു, ജോയിക്ക് മുഴിപ്പുരാന്ത. എൻ്റെ ബോസിനെ വിളിച്ച് പറഞ്ഞു, ജോയിക്ക് എന്തോ അസ്വസ്ഥതയുണ്ട്, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പിന്നെ കൊണ്ടുപോയിക്കോളാം. പക്ഷേ രാത്രി 12:30 മണിക്ക് എൻ്റെ ഫോണിലൊന്ന് പേജർ മാത്രമുള്ള സമയമാണ്. ഞാൻ നേരെ സുൽത്താൻ മാളയിൽ ഒരു ബേക്കറി ചെന്ന് പറഞ്ഞു, ബ്രദർ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഞങ്ങൾ അവിടുത്തെ അവിടെയാണ്, എന്ന് വെച്ചാൽ അവിടെയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ബാലൻ എന്ന് പറഞ്ഞ സഹോദരനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കറിയാമായിരുന്നു നമ്മുടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. അന്ന് രാത്രി 12:35 ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ 650 മൈൽ അപ്പുറം എൻ്റെ കുഞ്ഞിനെ യേശു സൗഖ്യമാക്കി. അന്ന് ഞാൻ പുസ്തകം എടുത്തു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എനിക്ക് ബൈബിൾ എന്തൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഞാൻ യേശുവിനെ അറിഞ്ഞ അന്ന് എൻ്റെ കുഞ്ഞ് സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് ഉത്തരം തരാതെ പോകുന്നവനെ അല്ല ഈ രാത്രി നീ ആരാധിക്കുന്നത്. അവൻ ഉത്തരം അരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മെയ് മാസം 10-ാം തീയതി രാത്രി വീണ്ടും ഞാൻ കിടക്കുന്ന എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനും എൻ്റെ ദൈവം ഇറങ്ങി വന്നു. എന്നോട് പറഞ്ഞു, നീ മരിച്ചടക്കപ്പെട്ട എന്നോട് കൂടെ എൻ്റെ കൂടെ നടക്കുക, നീ ഭൂമിയുടെ അറ്റത്തുള്ള എൻ്റെ സാക്ഷിയാകുക. വിദ്യാഭ്യാസം നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ പഠിപ്പിക്കും, നീ അനേകരെ പഠിപ്പിക്കും. ആ ശബ്ദം കേട്ടതും ഞാൻ ഉറക്കം നിലവിളിക്കുന്നു, കർത്താവേ ഞാൻ റെഡിയാ, നീ എന്നെ കൈവിടലെന്ന് പറഞ്ഞു. ഞാൻ ആ രാത്രി സ്നാനപ്പെടുന്നതിൻ്റെ തലേ രാത്രി അഭിഷേകം പ്രാപിച്ച് രാവിലെ 6 മണി വരെ ഞാൻ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ ആദരത്തെ ബലപ്പെടുത്തുന്ന മാത്രമല്ല, നിനക്ക് വേണ്ടെല്ലാം തരാൻ കഴിയുന്നവർ, നിന്റെ കുടുംബത്തെ അറിയുന്നവർ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുന്ന കർത്താവ് ഇന്ന് രാത്രിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ മാത്രം കാര്യങ്ങൾ ഒരു രാമയും പറഞ്ഞാട്ടെ. ഈ മോളാരുടെ കൂടെ ഉള്ളതാ? എഴുന്നേറ്റ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങോട്ട് തിരിഞ്ഞു. ഇവളെല്ലാവരും നോക്കിക്കോ. എന്നിട്ട് രാമയും പറഞ്ഞേ, ഈ പുസ്തകം എടുത്തുകൊണ്ട് ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയായത് ഇവളെ മാറ്റും. Praise the Lord. Praise the Lord. Praise the Lord.
ഒരിക്കലും കൂടെ ആമേൻ പറഞ്ഞാട്ടെ. സോദരൻ തരട്ടെ. ഗുഡ് ഗുഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് രാവിലെ ഞാൻ ഒരു വലിയ ടാങ്കിനകത്ത് സ്നാനപ്പെട്ടു. ഒന്നാമത്തെ കൃപ ജോലി പോയി, രണ്ടാമത്തെ കൃപ വീട്ടിൽ പ്രശ്നമായി, മൂന്നാമത്തെ കൃപ പാർട്ടിക്കാർ കൊല്ലം നടക്കുന്നു, നാലാമത്തെ കൃപ നടന്നു പോകുമ്പോൾ കാർപ്പിച്ച ആൾക്കാർ തുപ്പുന്നു. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ഒറ്റ പെന്തക്കോസ്ത് കുടുംബമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഭയങ്കര സങ്കടം ഇത് കാണുമ്പോൾ. പക്ഷെ ദൈവം പറഞ്ഞു, എല്ലാവരും അകലുമ്പോ ഞാൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കും. എൻ്റെ സാക്ഷി അവിടെ നിർത്തുക. ഇന്ന് രാത്രി ഒന്നുമില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. എന്നോട് കർത്താവ് നീ കുമിളിക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ കുമിളിയിലേക്ക് പോയത്. എൻ്റെ വീട് തൊടുപുഴയാണ്. അങ്ങനെ എൻ്റെ പേര് ഞാൻ മാറ്റിയതല്ല, ആൾക്കാർ മാറ്റി ജോയി കുമിളി എന്നാക്കി. ഇപ്പം ഞാൻ തിരിച്ചു തൊടുപുഴ, ആൾക്കാരത് മാറ്റുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചില കാര്യങ്ങളെ ചെയ്യാൻ തീരുമാനിച്ചാൽ മാറ്റുമോ? മാറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനത്തിലേക്ക് കടന്നിട്ട് ഇടയ്ക്ക് കുറച്ച് കാര്യം പറയാം. സമയം കുറവ്. നമുക്ക് അത്യാവശ്യം സഭ ഇവിടെ സമയം തന്നിട്ടുണ്ട്. നമുക്ക് പരിമിതികളുണ്ട്, നമുക്ക് അതിൻ്റെ കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ. ശ്രദ്ധിച്ചേ, എവിടെയാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്? തമ്മിലുള്ള പ്രയാസം ഉണ്ടാകുന്ന വാക്കിലാണ്. സഭയിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, ആത്മീയ മണ്ഡലത്തിലാണെങ്കിലും, വിദ്യാഭ്യാസ സ്ഥലത്താണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് എവിടെയാണ് തെറ്റുന്നത്? വായിലെ വാക്കുകൊണ്ടാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, വായിലെ നാക്കിന് കടിഞ്ഞാണിടുന്നവൻ, നാക്കിനെ സൂക്ഷിക്കുന്നവൻ സകലത്തെ സൂക്ഷിക്കും. അത് ദേഹത്തെ മൊത്തം സൂക്ഷിക്കും. എന്ന് പറഞ്ഞാൽ നാവെന്ന് പറയുന്നത് ദേഹത്തെ ആസകലം മലിനമാക്കുന്നതാണ്. എന്നാൽ അത് ജീവചക്രത്തിന് തീ കൊടുക്കുകയും അത് നരകത്താൽ അതിനെ കത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. നമ്മളെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ദൈവത്തിൻ്റെ തീ കത്തേണ്ടടുത്ത് നരകത്തിൻ്റെ തീ കത്തിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വാക്തത്വങ്ങൾ അടയും, അവിടെ നമ്മുടെ ദൈവിക നന്മകൾ സ്റ്റോപ്പാകപ്പെടും. അവിടെ സ്വന്തം വാക്കുവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ നന്മ തടയപ്പെടും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നമ്മളിൽ പലരും നന്മ കാണാത്തതിൻ്റെ റീസൺ എന്തെന്നറിയാവോ? നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിന്ന് രാത്രി അഴിച്ചു മാറ്റാൻ നീ തയ്യാറാകണം, ഞാൻ തയ്യാറാകണം. കാരണം നമ്മുടെ അധരം കൊണ്ട് നമ്മൾ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞല്ല. തെളിവ് ഞാൻ തരാം. ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു, സകലതും കൊടുത്തു. ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങി. 13,880 ദിനരാത്രം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. അന്ന് അവർക്ക് നിൽക്കുന്നിടത്ത് മന്ന ലഭിക്കുമായിരുന്നു, നടന്ന് പെറുക്കാമായിരുന്നു. ആ നിൽക്കുന്നിടത്ത് മന്ന ഉണ്ടായിരുന്നു. തേൻകുട്ടിയ ദോശ പോലെ, കൊത്തമ്പാലരി പോലെ എന്ന് പറഞ്ഞ് അവർ കഴിച്ചു. പക്ഷേ അവർ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രൊഡക്റ്റ് ദൈവം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ പ്രൊഡക്റ്റ് ദൈവം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇതേ ഞങ്ങൾക്കുള്ളോന്ന് അവർ ചോദിച്ചു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, അതങ്ങ് നിർത്തിയാരെ. പിന്നെ കൊടുത്തതിൻ്റെ പേര് ഗുൽഗുലു എന്ന് പറഞ്ഞാൽ ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ ഇങ്ങനെ കണ്ടത് പച്ച ഗ്രീൻ പീസ് പോലെ എന്നാ. ഇത് നടന്ന് പെറുക്കണം, തിരികല്ലി പൊടിക്കണം, കലത്തിൽ പുഴുകണം, കറി വേറെ വേണം. എന്തുകൊണ്ടാ? റീസൺ എന്നാ? വായിലെ വാക്കുകൊണ്ട്. വായിലെ വാക്കുകൊണ്ട്. ഇന്ന് രാത്രി നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ പിറകെ സഞ്ചരിക്കാൻ തുടങ്ങും. നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചാൽ നമ്മുടെ കൂടെ വാക്തത്വങ്ങൾ നടക്കും. നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചാൽ അധികാരങ്ങളെ ദൈവം നമുക്ക് തരുവാനിടയാകും. ഈ രാത്രി നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ലൈവ് ആണല്ലോ അല്ലേ? അല്ല, ഞാൻ ഈ പുസ്തകം കൊണ്ട് ചില രാജ്യത്തിൻ്റെ ഒക്കെ കൊട്ടാരത്തിൽ പോയി, അവിടെ പാർത്തു. ഹലോ, 26 കോടിയും വിതച്ചു, ഇപ്പോഴും 1 കോടി കടവാ. ഈ ദൈവം പറഞ്ഞ ഒരു പ്രാന്ത എനിക്ക് ചെയ്യാന്നുള്ളത്. പ്രൈസല്ലോ, 2 വീട് എഴുതി കൊടുത്തു, 3-4 വണ്ടി കൊടുത്തു. കഴിഞ്ഞ ദിവസം 1 വീടും കണ്ടുണ്ടായിരുന്നു, അതും വിറ്റ് ചർച്ച് പണിതു. ഹലോ, പ്രൈസല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയുന്ന, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം കൂടെ ഇറങ്ങി നടക്കാൻ തയ്യാറാണ്.
ദൈവം കൂടെ ഇറങ്ങി നടക്കാൻ തയ്യാറാ. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ദൈവം കൂടെ ഇറങ്ങി നടന്നത് അത്ഭുതമാക്കി മാറ്റും. ഈ രാത്രി മറക്കരുത്, അങ്ങനെ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ഒത്തിരി ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ തന്റെ ഭക്തന്മാരുടെ കൂടെ നടന്ന ദൈവത്തെക്കുറിച്ച് കാണാൻ കഴിയും. സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയപ്പോൾ, സഹോദരന്മാർ അപമാനിച്ചപ്പോൾ, പൊട്ടക്കണ്ണറിൽ തള്ളിയിട്ടപ്പോൾ, മിഥ്യാനെ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ, പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് പിടിക്കപ്പോൾ, അല്ലെങ്കിൽ കൊണ്ടി അടയ്ക്കപ്പെട്ടവൾ, കാരാത്തിൽ അടയ്ക്കപ്പെട്ടവന് ദർശനമുള്ളവന്റെ വാഗ്ദത്തങ്ങളെ മാറ്റാൻ കഴിയത്തില്ലെന്ന് തമ്പുരാൻ തെളിയിച്ച് വചനം പറയുന്നു. യോസേഫിനോട് ദൈവമുള്ളവന്റെ സകല കാര്യങ്ങളും നടന്നു എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം കണ്ടവൻ, ദൈവശബ്ദം കേട്ടവൻ അത് കാണാതെ അടങ്ങിയിരിക്കത്തില്ലെന്നുള്ളതാണ്. അത് കാണാതെ അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ വെറുതെ ശബ്ദം കേട്ടിട്ട് കാര്യമില്ല, അത് കാണണം, അത് അനുഗ്രഹം അനുഭവിക്കണം, അതിനകത്ത് ഇറങ്ങി സഞ്ചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള ഒരിക്കൽ കൂടി ആമീൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ഒന്ന് ബ്ലസ് ചെയ്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ നമ്മുടെ ആധാരത്തിന് പറ്റും. വചനം പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ഒന്ന് അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നീ അവനെ അനുഗ്രഹിക്കുമ്പോൾ, നീ ആ സഹോദരി അനുഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ അറിയാത്ത ഒരു അനുഗ്രഹം ദൈവം നമ്മുടെ മേൽ തരുവാനിടയായി തീരും. Praise the Lord. Praise the Lord. Hallelujah. 4 വർഷം മുമ്പ് എന്നെ മസ്കറ്റിന് വിളിച്ചു, 2-3 പ്രാവശ്യം വിളിച്ച് ഞാൻ വന്നില്ല. Praise the Lord. ഞാൻ ഇന്ന് രാത്രി ഇത് പറയാനുള്ള റീസൺ എന്താണെന്നറിയാവോ? ഷാർജയിലും ഖത്തറിലും ബഹറിലും കുവൈറ്റിലൊക്കെ അവരുടെ പാലസുകളിൽ അവരെ അതിഥിയായി താമസിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ എന്നേ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടനെ. പക്ഷെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെയും നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തെയും നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പറയും, എനിക്ക് കഴിവില്ല, എനിക്ക് അറിവില്ല, എനിക്ക് പഠിപ്പൊന്നും ഇല്ലാത്തയാളാ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാനിങ്ങനെ വന്ന് കയറിയത് എൻ്റെ കഷ്ടകാലമാ, ഞാനിവിടെ വന്ന് പെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടപ്പുറപ്പ്, എൻ്റെ സഹോദരങ്ങൾ അത് പറയാതെ നിങ്ങളുടെ അതരം കൊണ്ട് പറഞ്ഞ്, എൻ്റെ തമ്പുരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് എത്ര പേർക്ക് രാത്രി പറയാൻ കഴിയും? അവരെയാണ് ദൈവം മാനിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചർച്ച ഞാൻ നെഗറ്റീവ് പറയാൻ സമ്മതിക്കത്തില്ല. ഹലോ, നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊരു ക്യാൻസർ രോഗി ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ആദ്യം പറയും, ശരിയാ, ഇന്നാളൊരാളിങ്ങനെ മരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ള വിശ്വാസം കൊണ്ട് അവരുടെ പോകും, ഇല്ലേ? സത്യമല്ല, ആലോചിച്ച് നോക്കി. നമ്മൾ നേരെ നെഗറ്റീവ് പറയുള്ളൂ. ചില ആൾക്കാർ പറയും, ഞാനൊരു ജോലിക്ക് കൊടുത്തിട്ടുണ്ട്, അത് ബയോഡേറ്റ കൊടുത്തു, അവിടെ നല്ല സാലറി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ആ കമ്പനി പണ്ടേ പോയതാ നമ്മൾ ആദ്യം പറയും. സത്യത്തിൽ ഇത് വേറെ വല്ലതും പറഞ്ഞാണോ? നിങ്ങൾ മിണ്ടായിരിക്കുന്നതിന് ഞാൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പാവമാ. ഈ കോട്ട് സൂട്ടൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. പ്രൈസലോ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഞാനിന്ന് രാത്രി നിങ്ങൾ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ ഇഷ്ടമാണ്. നമുക്കിഷ്ടമാണോ? പ്രൈസലോ. നമുക്കിഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിച്ചോണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനെ നാവാ. നാവ് തൊടുത്തുവിട്ട അസ്ത്രവാ, കൊലച്ച വില്ല, കൊത്തുന്ന സർപ്പവാ, കടിക്കുന്ന അണലിയാ. പ്രൈസ് ദി ലോർഡ്. ചതി ഒളിച്ചു വെച്ചേക്കുന്നതാ. ഇന്ന് രാത്രി ഇതൊക്കെ മാറ്റുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കപ്പെടുമെന്ന് അറിയാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഉള്ള നിന്റെ പേരെന്നാ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞുകൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ലല്ലോ. ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോ. ഈ കുഞ്ഞിന്റെ ഉടമസ്ഥനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ആരാ അതിന്റെ ഉടമസ്ഥൻ? പ്രാർത്ഥിച്ചു. അത് മോള് ബാക്കിലിരിക്കുന്ന ആളല്ലേ, എനിക്ക് സ്റ്റാൻഡ് മാറ്റി തന്നിച്ച ആളല്ലേ? അതെ. പ്രൈസ് ദി ലോർഡ്. നീയോ? നീ അതാ. അപ്പോൾ അത് രണ്ടുമായി അല്ലേ? അത് രണ്ടുമായി. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഗിദയോന്റെ കൂട്ടാ കേട്ടോ. ഭയങ്കര ചോദ്യങ്ങളും ചോദിക്കും, ഉത്തരവും വെട്ടിക്കും നമ്മളെ. പ്രൈസ് ദി ലോർഡ്. സാരില്ലത് അനുഗ്രഹമാണ്, പോട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മോളെ, നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. നിന്നെ ദൈവം ശക്തമായിട്ട് മാനിക്കും, നിന്നെ ദൈവം ഉപയോഗിക്കും. നിന്റെ ആചരം ഒരു ശക്തമായ ദൈവവചനത്തിൻ്റെ മാത്രമല്ല, ഒരു പ്രവാചകയുടെ നാവ് പോലെ നിന്റെ നാവിനെ ദൈവമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു ജീവനുള്ള ഒരു ശക്തിയായി നിന്റെ നാവിനെ തമ്പുരാൻ മാറ്റും. ഇത് ദൈവത്തിൻ്റെ പ്രവചനമാണ്, ഇത് മാറ്റമില്ല. ഞാൻ ഒരു പ്രവാചകന്റെ നാവ് കൊണ്ട് നിന്നുകൊണ്ട് പറയാണ്, അത് സംഭവിച്ചിരിക്കും.
വിളിച്ചിരിക്കും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ തട്ടി ആമീൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ ശബ്ദത്തെ പ്രാപിക്കേണ്ടതിന് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി ചേരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ടോ? എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ തീക്കകത്തോടെ വിടാൻ പോവാ. ഞാൻ പറഞ്ഞ, കർത്താവ് റെഡി. അങ്ങനെ തീക്കകത്തോടെ വിട്ടപ്പോൾ 72 മണിക്കൂർ കൊണ്ട് 13 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി. എൻ്റെ ഫോണിനകത്ത് ഇവിടെ വെച്ചേക്കണ സാധനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, റെഡിയാ, നീ എന്നെ കൊണ്ടുപോയാ ഞാൻ റെഡിയാ. പക്ഷേ കൊല്ലാൻ സമ്മതിക്കും, ചാകില്ല. കാരണം ഒന്നി വാക്തത്വം കിടക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും ചാകാൻ പറ്റും? ചാവോ? ചെല്ലു പറയെങ്കിൽ ചത്താൽ മതി. നീ ചാവില്ല. വെറുതെ പറയാ ചാകുമെന്ന്, വെറുതെ കൊതിപ്പിക്കാന്ന് ഒരാൾ പറഞ്ഞ പോലെ അല്ലേ. ഞാൻ ചാകും വെറുതെ കൊതിപ്പിക്കുക. ചാകത്തില്ല. കാരണം വാക്തത്വം കിടക്കുന്നിടത്തോളം തൊടാൻ പറ്റത്തില്ല നിന്നെ. ശത്രുവിന് ഇതിന് മേൽ അധികാരമില്ല. അധികാരം യേശുവിനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മുടെ വചനം ദൈവം പറഞ്ഞ ഈ യാക്കോബ് പറയുന്ന ഈ വാക്കുകൾ ഓരോ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. അതിന്റെ താഴത്തോട്ട് വരുമ്പോ ഈ നാവ് തീയാണെന്നെങ്കിൽ ആ തീ പുറപ്പെടണ്ടേ, വേണ്ടേ? മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ല, അറിവില്ല, എനിക്ക് പഠിപ്പില്ല, അതുകൊണ്ട് എന്നെ അങ്ങ് ഒഴിവാക്കിത്താ. നമ്മളെല്ലാം അങ്ങനെയല്ലേ പറഞ്ഞേ. ഇവിടെ ഉദാഹരണം പാസ്റ്റങ്ങൾ പറയുക, ഇന്ന് ഇവിടെ കയറിയെന്നോ ഒന്ന് സങ്കീർത്തനം വായിച്ചു, എൻ്റെ പൊന്നു പാസ്റ്റർ വിറച്ചിട്ട് പാടില്ലെന്ന് പറയാം. ആദ്യമല്ലേ ഞാനൊരു വിറച്ചത് ആദ്യത്തെ ദിവസം. ഈ വിശ്വാസി വന്ന 6-ാമത്തെ മാസം എന്നെ സാക്ഷ്യം പറയാൻ വിളിച്ചുകൊണ്ട് പോയതാ. ആ പുള്ളി പറഞ്ഞു, ജോയ് പാസ്റ്റർ പ്രസംഗിക്കുന്നു. എൻ്റെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി. ഞാൻ അവിടെ കയറിയിട്ട് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ പിടിച്ചു, കാരണം ചങ്കടിക്കുന്നവരും കാണാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആദ്യത്തെ സാക്ഷി എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു 10 മിനിറ്റ് ഒരു വാക്യം വായിച്ച് തിരിച്ചും മറിച്ചും വായിച്ചു. ഒറ്റ കരച്ചിൽ കരഞ്ഞു. പക്ഷേ ഇരുന്നത് 3 മണിക്കൂർ കഴിഞ്ഞ 3 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ജനസൗഖ്യമായി, ഭൂതങ്ങൾ അലറി, ജനത്തോട് പ്രവചനാത്മാവ് സംസാരിച്ചു, ജനസ്നാനപ്പെടാൻ തീരുമാനിച്ചു, സഭയ്ക്കൊരു ഉണർവുണ്ടായി. അന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ ആരംഭിച്ചതാ. ഞാൻ വർഷത്തിൽ 6 മാസം മലബാർ ഏജിയുടെ ചർച്ചിലെ മീറ്റിംഗ് മാത്രമായിരുന്നു എനിക്ക്. മലബാർ ഏജിയുടെ ഓരോ ചർച്ചിലും 6 മാസം ഒരു വർഷത്തിൽ അവിടെയായിരുന്നു മീറ്റിംഗ്. ഞാനിത് പറഞ്ഞത്, ഇന്ന് രാത്രി ദൈവം നമ്മളെ എവിടെ അയക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ മേൽ വിളിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പും വിളിയും ഏൽപ്പിച്ച അധികാരം എന്താണെന്ന് അറിയാൻ തയ്യാറാകണം. ഈ രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നാവിന് ഒരു തീയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം സ്പോട്ടിൽ നടക്കണോ? നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നവരുന്ന് കൈ ഉയർത്തി, പിന്നെ പാസ്റ്റർ ഇവിടെ വന്നാൽ ജോലി ചെയ്യാൻ വരുന്നതല്ലേ. പ്രൈസലോ. ഈ ജോലി എന്ന സ്ഥലത്ത് നോക്കി നിങ്ങളുടെ അർബാബിനെ നോക്കി പേടിയാന്ന് പറയരുത്. നിങ്ങൾ അവനെ നോക്കി പറയണം, ഞാനാ എൻ്റെ ദൈവം എടുത്ത അധികാരി. ഞാനിവിടെ നിൽക്കുന്നതും ജോലി ചെയ്യുന്ന എൻ്റെ ദൈവം പറഞ്ഞിട്ടാ. സ്വത്രം ആരെന്നാ പറഞ്ഞാലും നീ സ്വത്രം പറഞ്ഞാൽ മതി, വേറൊരു പ്രശ്നം അതിനകത്തുണ്ടാകത്തില്ല. ഇന്ന് രാത്രി നീ ഓർത്തോണം, നീ പേടിച്ചല്ല ജോലി ചെയ്യേണ്ടത്, എൻജോയ് ചെയ്ത് ജോലി ചെയ്യണം. പ്രൈസലോ. നീ ഭയന്നല്ല ജോലി ചെയ്യേണ്ടത്, എൻജോയ് ചെയ്ത് ജോലി ചെയ്യണം. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നേ, അവൻ നിന്നെ കൈവിടത്തില്ലെന്നേ, അവൻ മാനിപ്പാൻ കഴിവുള്ള ദൈവമാണെന്നേ. പ്രൈസലോ. തീ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. മോശയോട് ഒരിക്കൽ പറഞ്ഞു, മോശ ഒന്ന് കയറി വന്ന് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. പക്ഷെ നിന്റെ കൂടെ ആടുമാടുകളും കാണരുത്, നിന്റെ കൂടെ മനുഷ്യരും കാണരുത്, നീ ഇട്ടേക്കണ ചെരുപ്പ് കാലേലും കാണരുത്. 3 ഓർഡറാണ് കൊടുത്തേ. മോശ ഇതെല്ലാം വെച്ചിട്ട് നേരെ കയറി ചെന്നു. മോശ ചെല്ലുമ്പോൾ പർവ്വതം നിന്ന് കത്തുക, എവിടെ? മുൾപ്പടപ്പ് ഒന്ന് കത്തുക. മോശ ഈ മുൾപ്പടപ്പ് കത്തി വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പല കാര്യങ്ങളും കൊടുക്കാം, തീ കത്തുന്ന പോലെ ഇതിനകത്ത് കാണിക്കാം. പക്ഷേ അത് നിന്ന് കത്തുകല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പ്രകാശം അടിച്ച തീയുടെ ചൂടടിച്ച്, അല്ലെങ്കിൽ ആ തീക്കകത്തുനിന്ന് സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് മോശ താഴേക്ക് വന്നപ്പോൾ ജനം പറഞ്ഞു, നിന്നെ നോക്കാൻ പറ്റുന്നില്ല, നിന്റെ മുഖത്തൊരു തുണി ഇട്ടേക്കാൻ. വ്യത്യാസം മനസ്സിലായോ? തീ കത്തിയാൽ അത് കത്തിയത് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം പ്രകാശം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവൻ, അവൻ നോക്കിയെന്ന് സൃഷ്ടിതാവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി വരുമ്പോൾ ആ സൃഷ്ടിതാവിൻ്റെ തേജസ് അവൻ്റെ മുഖത്തോടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി മറക്കരുത്, ഞാനും നീ ആരാധിക്കുന്ന സാധാ ദൈവത്തെയല്ല, ഞാനും നീ ആരാധിക്കുന്നത് വെറുതെ ഉള്ള ദൈവത്തെയല്ല, ഞാനും നീ ആരാധിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അധികാരമുള്ളവനെയാ ഈ രാത്രി ആരാധിക്കുന്നത്. അവനെ സ്തുതിക്കേണ്ടതിന് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി മറക്കല്ല കേട്ടോ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിന്റെ പദവിയിൽ അങ്ങ് നടക്കണം. ഞാൻ ഒരു കൊട്ടാരത്തില് ഡിഫൻസ് മിനിസ്റ്റർ വീട്ടിൽ താമസിക്കുക. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ എന്നാണോ ചോദിക്കുന്നത്.
ഇവിടെ ഞാൻ ജയസിംഗ് മാസ്റ്റർ വീട്ടില. അപ്പോൾ രാവിലെ സിസ്റ്റർ വിളിക്കും, ഫുഡ് റെഡി. ഉച്ചയ്ക്ക് 12:45 ഫുഡ്. ഞാൻ വീട്ടിൽ പോലും ഈ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം വീട്ടിലില്ല, അതുകൊണ്ടാട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കൽ കൂടുതലാ, ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഏറ്റവും നല്ലത്. പ്രൈസ് ലോർഡ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം. എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചില സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുവരെ. ഞാനൊരു സ്ഥലത്ത് എൻ്റെ ഈ ഹാർട്ടിൻ്റെ സർജറി ചെയ്തത് ഒരു പയ്യനാ. അവൻ 10 പഠിക്കാൻ പറഞ്ഞു, മോനെ നീ ഹാർട്ട് സർജൻ ആയിരിക്കുമെന്ന്. അവൻ തന്നെ എൻ്റെ ഹാർട്ടിന് സർജറി ചെയ്തത്. ഇത് പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമാണ്, ശ്രദ്ധിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ അതിനകത്ത് ഞാൻ പാട്ട് എഴുതിക്കൊണ്ട് ഇറങ്ങിയത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഏത് തീച്ചുളെ പോയാലും ചിരിച്ചോണ്ട് തിരിച്ചിറങ്ങി വരുള്ളൂ. കാരണം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മളെ വിട്ടുകൊടുത്ത് നമ്മൾ പിന്നെ നോ പറയണോ? അതിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നടക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കണം. ഈ രാത്രി ശ്രദ്ധിച്ച് ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ തേജസ് ഉള്ള അല്ലെ ദൈവത്തിൻ്റെ തീയായ നമ്മുടെ നാവിനെ അതുകൊണ്ട് ഡിക്ലർ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പ് പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ മേലാൽ എനിക്ക് കഴിവില്ലെന്ന് പറയരുത്. മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ല, എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല. തമ്പുരാൻ പറഞ്ഞു, കുഴപ്പമില്ല കുഞ്ഞ്, സൃഷ്ടിച്ചതാരാ? ഞാനല്ലേ. വാസ്തവത്ര ഊമനെയും ചെകിടനെയും മുടനെയൊക്കെ സൃഷ്ടിച്ചാൽ ഞാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ദൈവം ഈ മോശയുടെ വാക്ക് കേട്ട് മടുത്തപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഞാൻ നിനക്കൊരു പകരക്കാരനെ വെക്കാം. എൻ്റെ ഭാഷ പറഞ്ഞ നിനക്ക് തന്ന കാര്യം വേറൊരു പകരക്കാരനെ വെച്ച നിന്റെ കാര്യം പോക്കാ. ശ്രദ്ധിച്ചേ, മോശ പകരക്കാരനെ വെച്ചു. ദൈവം മോശയ്ക്ക് ഒരു പകരക്കാരനെ കൊടുത്തു, പേര് അഹരോൻ എന്ന. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി. എന്നാ കുഴപ്പം എന്നറിയാവോ? മോശ സംസാരിക്കേണ്ടത് ആര് സംസാരിച്ചു? ആരാ സംസാരിച്ച്? അഹരോൻ സംസാരിച്ചു. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, അഹരോൻ നിനക്ക് നിന്റെ നാവായിരിക്കും, പക്ഷെ നീ അവന് ദൈവമായിരിക്കും. ദൈവം പറയാണ്, നിനക്ക് പകരം ഒരു നാവ് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ നീ അവനൊരു ദൈവമായിട്ട് തന്നെ തുടരേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആര് കഴിവില്ലെന്ന് പറഞ്ഞാലും, ആര് നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, കൈവിടാത്തൊരപ്പ ഇന്ന് രാത്രി എന്റെ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഉറപ്പുള്ളവരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചോളൂ. വിദ്യാഭ്യാസം മനസ്സിലായോ? ഇന്ന് പാസ്റ്റർ മെസ്സേജ് നിർത്തിക്കോളാൻ പറയാം. അതാണോ? നിർത്തുന്നില്ല, സമയം തന്നെ അതിന് മുമ്പ് ഇരിക്കും. പക്ഷെ ഞാൻ പഠിക്കാത്ത ഞാനൊരു CBSE സ്കൂൾ തുടങ്ങി. എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് 15 കൊടുക്കാനില്ലാതെ അതേ സ്ഥലത്ത് ഒരു CBSE സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ദൈവം പറഞ്ഞ് തുടങ്ങിക്കോളാൻ. സ്കൂൾ തുടങ്ങിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. കുറച്ച് ഫീസും ഡൊണേഷനൊക്കെ മേടിക്കാമല്ലോ. അപ്പോൾ അടുത്ത ശബ്ദം, ഫീസും മേടിക്കരുത്, ഡൊണേഷനും മേടിക്കരുത്. സന്തോഷമായല്ലോ അല്ലേ? ശബ്ദം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫീസും ഡൊണേഷൻ മേടിക്കുക. സ്കൂൾ തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇവന് പ്രാന്താന്ന്. പ്രാന്ത് അതിന് മുമ്പ് വേറെ ഒന്നും ഉണ്ടായി. ബോർഡ് വെക്കാൻ പൈസയില്ല. ഞാൻ പ്രാർത്ഥിച്ച ഒരു മണി ഓർഡർ ജീവിതത്തിൽ കിട്ടി. 7000 രൂപ. ആദ്യം അവസാനമായിട്ടൊരു മണി ഓർഡർ കിട്ടിയതാ. ഞാൻ നേരെ കൊണ്ടൊരു ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിൽ എഴുതി ഗിൽഗാൽ പ്രയർ സെൻറ്റർ, എനിക്കില്ലായിരുന്നു. താഴെ എഴുതി ഗിൽഗാൽ സ്നേഹസദനം ഓൾഡ് ഏജ് ഹോം, അതും ഇല്ലായിരുന്നു. അതിൻ്റെ താഴെ എഴുതി ഗിൽഗാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. നിങ്ങൾ കുമളിയിൽ നിന്ന് മൂന്നാർ വഴിക്ക് പോയാൽ അവിടെ 6 വരുന്ന ഒരു സ്ഥലമുണ്ട്, ഓർത്തഡോക്സ് പള്ളിയുടെ നേരെ താഴെ. ഇപ്പോഴും ആ ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. സ്വത്രം. ശ്രദ്ധിച്ചേ, ആ ബോർഡ് ഇപ്പോഴും ഉണ്ട് അവിടെ. ആ ബോർഡ് വെച്ചിരിക്കുന്ന, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അവിടെ ആ ഇറങ്ങുന്ന വഴിക്ക് ബോർഡ് വെച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു, ഇത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരുന്നുണ്ട്. അപ്പം എൻ്റെ പുള്ളി ചോദിച്ചു, ശരിക്കും ഭ്രാന്ത അല്ലേ? ആ ഭ്രാന്ത് മൂത്തു. ആദ്യം സ്കൂളിന് ബിൽഡിംഗ് എടുത്ത് സ്കൂള് വാടക കെട്ടെടുത്ത് അതിനെ തുടങ്ങി. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, എന്നാ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഭ്രാന്ത് മൂത്തിട്ടാണോ വേറെ എന്തെങ്കിലും ആവശ്യമാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ അതിൻ്റെ 10ാമത്തെ വാർഷികത്ത് വന്നപ്പോൾ അതേ പ്രസിഡന്റ് പറഞ്ഞു, ഇത് ഭ്രാന്തല്ല, ഇത് ഒറിജിനലാന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ എന്ത് പറയുന്നു അത് നടന്നേ പറ്റൂ എന്നേ. പ്രൈസ് ദി ലോർഡ്. നാം പറയുന്ന സംഭവിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട്ട സ്കൂളിൽ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ വണ്ടി ഓടിച്ചു കൊടുക്കും ചിലപ്പോൾ. ഇപ്പോൾ വണ്ടിയൊന്നും എല്ലാം കൂടെ സ്കൂൾ നിർത്തി കോവിഡ് വന്നപ്പോൾ. ഈ വണ്ടിയെ ഞാൻ ചിലപ്പോൾ ഡ്രൈവർ ഞാൻ ഇന്ന് പൊക്കോളാം. എനിക്കൊരു സന്തോഷമാണ്. കാരണം ഈ വണ്ടിയെ കയറുന്ന ഈ പിള്ളേരുമായിട്ട് ആ സ്കൂളിന് മുമ്പിൽ കൊണ്ട് ഞാൻ വണ്ടി ഒന്ന് ചവിട്ടും. എന്നിട്ട് പറയും, പിശാച നീ കണ്ടോ, എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടപ്പോൾ നിനക്ക് സമാധാനമില്ല. ഇപ്പം നോക്കി എത്ര പേര് എൻ്റെ വണ്ടി ഇരിക്കണമെന്ന്. ഞാനിന്ന് പറയുന്ന, നിന്റെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്ന അത്രയും കാലം അതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല.
നീ ഡിക്ലെയർ ചെയ്തതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ വീടിന് മുമ്പിൽ എഴുതി വെച്ചു, വിശക്കുന്നവർക്ക് ആഹാരവും അനാഥർക്ക് ഒരു അഭയസ്ഥാനവും. അപ്പോൾ ആദ്യത്തെ ആളെ കെട്ടി വഴിയുന്നു. അങ്ങനെ 10 അമ്മമാർ, കണ്ണ് കാണാത്ത ഭ്രാന്തുള്ള മന്ദബുദ്ധികളായ 10 അമ്മമാർ എൻ്റെ വീടിനകത്ത്. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഭാര്യ അവർ ഒരുമിച്ച്. അതിൽ ഭ്രാന്തുള്ള ഇടയ്ക്കൊക്കെ ഇടി തരും ഞാൻ കേട്ട്. എൻ്റെ ഭാര്യയ്ക്കാണ് ഈ ഭക്ഷണം കഴിച്ചിട്ട് വായിൽ ഇങ്ങനെ വെള്ളം കൊണ്ടിട്ട് ഒറ്റ തുപ്പ് എൻ്റെ ഭാര്യയുടെ മുഖത്തോട്ട്. എന്നാ കൃപയായിരുന്നറിയോ ഞങ്ങൾക്ക്. സ്വോത്രം. 18 വർഷം ആ കൃപ ഞങ്ങൾ ചുമന്നു. പക്ഷെ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു, ഇതിനൊക്കെ ഗുളികപ്പരാന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള ചിലതിനുണ്ട്. ചിലർ പറയും ഈ മെഡിസിൻ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്, കർത്താവ് ഉള്ളതുകൊണ്ടെന്ന് ആരും പറയുന്നില്ല. ചില അമ്മമാർ കണ്ടില്ലേ, മെഡിസിൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക, കർത്താവ് ഉള്ളതുകൊണ്ടൊന്നല്ല, ഒരു മെഡിസിൻ കൊണ്ട് ജീവിക്കുക. നിങ്ങളുടെ ആരും കാര്യമില്ല. സ്വോത്രം പറഞ്ഞേ. അപ്പോൾ ചില കാര്യങ്ങൾ മെഡിസിൻ ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് മെഡിസിൻ നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ മുന്നല്ല മിടുക്കനായതുകൊണ്ട് പച്ചക്കപ്പ ഇങ്ങനെ എടുത്തിട്ട് ചെരിച്ചരിയും, എന്നിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കൊരു വര വരയ്ക്കും. എന്നിട്ട് ഇത് 5 എണ്ണം കൊടുത്ത് പറയും, കടിച്ച് വെച്ച് ഇതോണം പപ്പയോട് പറയരുത്, ഈ 5 ഗുളിക തിന്നിട്ട് ഈ കപ്പ നിന്നിട്ട് വന്നിട്ടൊരു വരമുണ്ട്. നിങ്ങൾക്ക് വല്ല അറിയാമോ, എൻ്റെ കൊച്ചു ഗുളിക തന്നുകൊണ്ട് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. തിന്നത് പച്ചക്കപ്പയാന്ന് ആർക്കും അറിയാൻ പറ്റുമോ? ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തു നോക്കിയേ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടേണ്ടതിന് നാവ് ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രൈസ് ദി ലോർഡ്. ആ അനാഥാലയത്തിൽ ഞാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആ വീടിനകത്ത് ബാത്റൂം ഇല്ല. എൻ്റെ വൈഫ് 1.5 വർഷം ഡിഷിനകത്ത് മലവും മൂത്രം എടുത്തു. അവരുടെ ഞാൻ ചെയ്തേക്കാൾ കൂടുതൽ വേല എൻ്റെ ഭാര്യ ചെയ്തു. എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നാവിന് ജീവനുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിന് ഒരു കുറവും വരത്തില്ല. നീ പറയുന്ന കാര്യം ഉറപ്പാണെങ്കിൽ നിന്റെ നാവോടെ നീ പറയാൻ തീരുമാനിച്ചാൽ അതിനെ ആർക്കും മാറ്റാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ആരാധനയ്ക്ക് വല്ല ശുശ്രൂഷയ്ക്ക് ഒറ്റ കാരണത്താൽ എൻ്റെ ഭാര്യയ്ക്ക് കർത്തൃമേശ കൊടുക്കാൻ ചർച്ചിൽ നിറക്കി വിട്ടു 3 പ്രാവശ്യം. അത് പിന്നെ ഒരു പ്രത്യേക കൃപയാണ്. എൻ്റെ ഭാര്യ കരഞ്ഞിട്ട് പറഞ്ഞു, ഇതിൽ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെന്ന്. പുള്ളിക്കാരിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, ഒറ്റപ്പെട്ടു പോയി. എന്താ റീസൺ? ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകണ്ട, ഭയങ്കര വർഷങ്ങളായി. പക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് 91 ചർച്ച് ദൈവം എനിക്ക് തന്നു. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ബാധിതനുമല്ല. ഇന്ന് രാത്രി അധരം തുറന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഈ നാവിനെ തീയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു വാക്കുകൊണ്ടാണ് ഈ ഭൂമിയിലെ സകലത്തെ ഉളവാക്കിയത്, ഒരു വാക്കുകൊണ്ടാണ് സകലത് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് രാത്രി നീ മറക്കരുത്, നിന്റെ വായിലെ വാക്കുകൊണ്ട് ചിലത് തടസ്സങ്ങളെ മാറ്റാൻ നീ തീരുമാനമെടുത്താൽ അത് അനുഗ്രഹമായി മാറും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറുന്നത്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ തട്ടി ഈ രാത്രി ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ, നിന്റെ അത്ഭുതങ്ങൾ പുറത്തു വരാൻ, നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ എൻ്റെ യേശു ശക്തനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരാളെന്തെങ്കിലും പറയുമ്പോൾ അടുത്ത ആൾ കയറി ചാടിക്കയറി. നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ, പാട്ട് പാടാൻ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് പാട്. അപ്പോൾ അടുത്ത ആൾ പറയും നീ പാട്, മറ്റേ ആൾ അല്ല നീ പാട്. പിന്നെ നിന്നോട് പാടാനല്ലേ പറഞ്ഞു, അപ്പം തന്നെ പ്രശ്നമായി. നീ ബൈബിൾ വായിക്ക്. 2 പ്രാവശ്യം പറഞ്ഞ ഒരൊച്ചയും ബഹളവും ആവും. അന്നത്തെ പ്രാർത്ഥനയില്ല, അന്നത്തെ പാട്ടുമില്ല, പരിപാടി തീർന്നു. കാരണം പിശാചിനറിയാം നിന്റെ കുടുംബത്തിനകത്ത് നന്മ വരേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത്. പിശാചിനറിയാം നിന്നെ എങ്ങനെ വാക്കുകൊണ്ട് കൊടുക്കാൻ കഴിയുമെന്ന്. പിശാചിനറിയാം നിന്നെ എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തോറ്റത് പിശാചും ജയിച്ചത് ദൈവമാണെങ്കിൽ ഈ രാത്രി നമ്മൾ ജയിച്ചവന്റെ മക്കളാണ്. ഈ രാത്രി നമ്മൾ ജയിച്ചവന്റെ മക്കളാണ്. ഈ രാത്രി നമ്മൾ ജയിച്ചവന്റെ മക്കളാണ്. ജയിച്ചവന്റെ മക്കളെ തൊടാൻ ഭൂമിയിൽ ആരെയും തമ്പുരാൻ അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി മറക്കല്ലേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം ചെയ്യുന്നത് അത്ഭുതകരമായിട്ടായിരിക്കും, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബ്രദർ ഒന്ന് എഴുന്നേറ്റ്. ഞാൻ താഴെ നിന്ന് വന്നപ്പോൾ ഇപ്പറിരിക്കുന്നു, അത് ഞാൻ എൻ്റെ കൈ തന്ന ആൾ, അത് തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ചിലരെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ തിമോത്തിയോസ, ചിലർ പ്രൈസ് സാക്ഷാൽ ഇസ്രായേലിന്. നിന്റെ മേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കിടക്കുന്ന ശക്തമായി മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നീ ശക്തനായ ഒരു പീലിപ്പോസിനെ പോലെ നീ കാലുകുത്തുന്ന ഇടത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. നീ പറയുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ സംഭവിക്കാൻ പോകുകയാണ്. പരിസരം വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ അധരം തുറന്ന് നീ പറയുമ്പോൾ ചില വിടുതലുകൾ സ്പോട്ടിൽ നടക്കുവാനിടയായി തീരും. ചില ക്യാമ്പിൽ നീ കടന്നു എന്നാൽ ആ ക്യാമ്പിനകത്തുള്ളവർ വിടുവിക്കപ്പെടും, അവർ ആലയത്തിലേക്ക് കടന്നു വരുമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോ. ദൈവത്തെ ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചില ക്യാമ്പുകളിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം.
ഞാൻ ഇവിടുന്ന് വന്നതിൻ്റെ 2-ാം ദിവസം 3-ാം ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ദേശത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരാൾ വന്നു, ഞാൻ വണ്ടിയിൽ കയറുന്നു, 2 കൈ ഉയർത്തിപ്പിടിച്ച് 2 സൈഡിൽ അവിടെ കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ പോയി 70 കിലോമീറ്റർ 65 കിലോമീറ്റർ പോയി 60 കിലോമീറ്റർ തിരിച്ചു വന്നു. 130 കിലോമീറ്റർ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ രാജ്യത്തിൻ്റെ കൊട്ടാരത്തിനകത്ത് ഇവിടുത്തെ അഭിഷക്തന്മാർ കയറണം, ഇവിടുത്തെ ദൈവമക്കൾ കയറണം, ഈ രാജ്യത്തൊരു ചലനം ഉണ്ടാകണം, അത് അഭിഷേകത്തിൻ്റെ ചലനമായിരിക്കണം. ഈ രാജ്യത്തിൻ്റെ ഒത്തിരി ആളുകളുണ്ട്, അവർ യേശുവിനെ അറിയാൻ ആലയത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലെന്ന് ഉറപ്പുണ്ടോ? ഈ രാത്രി പറഞ്ഞ് നമ്മൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതല്ലേ, നമ്മൾ ഒത്തിരി മീറ്റിങ്ങുകൾ നടത്തുന്നതല്ലേ, ഒത്തിരി കോമ്പൗണ്ടിൽ ആരാധന നടക്കുന്നില്ലേ? ഈ രാത്രി നടക്കുന്ന കോമ്പൗണ്ടിൽ ആരാധനകളിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ മാനിപ്പാൻ റെഡിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു ഇവിടുത്തെ ലോക്കലിന്റെ വീട്ടിൽ കയറി പോയി സുവിശേഷം പറയുന്ന കാര്യം ഉണ്ടോ? എൻ്റെ ഭാഷ ക്യാമ്പിൽ പോകാൻ പറ്റുന്നില്ല, പിന്നെ ലോക്കലിന്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെയാണോ? ഒന്നുമല്ല, നമ്മളെ ദൈവം കൊണ്ടുപോകും, നമ്മളെ ദൈവം കൊണ്ടുപോകും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന ഇവിടുത്തെ ലോക്കലിന്റെ വീട്ടിൽ പോയിട്ടേ പോവുള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പോയിട്ടേ പോവുള്ളൂ. കാരണം കർത്താവ് പറഞ്ഞു ഈ ഭൂമിയുടെ അടുത്തോളം എൻ്റെ അതെവിടെയെങ്കിലും മാത്രം പോകണമെന്നാണ് പറഞ്ഞത്, എല്ലായിടത്തും പോവാം. അപ്പം നാവ് കൊണ്ട് ചിലത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം. ദയവായിട്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് കാണുന്ന ഭയങ്കരമായിട്ട് അതല്ല, ചില കാര്യങ്ങൾ മാറ്റണം. നിനക്ക് നന്മ ഉണ്ടാകണോ, അനുഗ്രഹം ഉണ്ടാകണോ, ദൈവകൃപ വേണോ, ഒറ്റ റീസണേ ഉള്ളൂ, നാവിന് കടിഞ്ഞാനിട്ടാൽ മതി. ഇപ്പോൾ ചില പിള്ളേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിള്ളേർ നമ്മളോട് പറഞ്ഞ കേട്ടോ നമ്മൾ തന്നെ പേടിച്ചു പോകും. പക്ഷെ എനിക്കൊരു കാര്യം സന്തോഷമാണ്, കാരണം എൻ്റെ മക്കള് 2 പേര് ഇന്ന് വരെ തർക്കുത്തരം പറഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പ് വരുന്നുണ്ട് 16-ാം തീയതി ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ട്. ശേഷം ഞങ്ങൾ ദുബായിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവന് നല്ല ജോലിയുണ്ടോ, ജോലിക്ക് വിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, പപ്പാ ഞാൻ വരുവാ തിരിച്ച്, എന്നാ കാര്യം? ഞാൻ സൂക്ഷിച്ചിട്ടോ ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞു പോരെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റേജിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കും, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് നാവ് കൊണ്ട് എന്തെങ്കിലും പറയിച്ചാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു, ആ കൊട്ടാരത്തിൽ ഞാൻ പോയി. എന്നോട് പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ ഭരണം എത്ര ദിവസം ഉണ്ടെന്ന് നിന്റെ ദൈവത്തോട് ചോദിച്ചിട്ട് പറയണം. അങ്ങനെ എന്നെ വിളിച്ചവരും ഞാനും കൂടെ ആ പാലസിനകത്തുണ്ട്. ഇവർ 14 പേര് കയറി വന്നു പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു 3, 7, 14, 15. കർത്താവ് മനസ്സിലായില്ല, 4 ഡേറ്റ്. ആ ഡേറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി 15 ദിവസം കഴിഞ്ഞ് നീ പോയാൽ മതി. 15 ദിവസം കഴിഞ്ഞ് മനസ്സിലായില്ലേ? അവിടെ കൊട്ടാരത്തിനകത്ത് തിരിച്ചു പോകാൻ 15 ദിവസം കഴിഞ്ഞ് പോരാൻ പറ്റുള്ളൂ. പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാം സുഖമായിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷിച്ച 15 ദിവസം. കാരണം ഒരു പണിയില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാൻ. 2 കാര്യം ഞാൻ പറയുള്ളൂ, നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്കത് കാണണം. ഞാൻ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യം മാത്രം പറഞ്ഞ് ഈ 3-ാം ദിവസം ആദ്യത്തെ കാര്യം നടന്നു, 7-ാം ദിവസം 2ാമത്തെ കാര്യം നടന്നു, 14-ാം ദിവസം അടുത്ത കാര്യം നടന്നു, 15-ാം ദിവസം പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചു. അവരോട് ചോദിച്ചു നിനക്ക് ഞാൻ എന്താ തരണ്ടേ? ഞങ്ങൾ രാജ്യത്തിൻ്റെ അധികാരികൾ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അവിടെ 100 രൂപ പോലും മേടിക്കാതെ അടുത്ത രാജ്യത്തേക്ക് ഈ പുസ്തകമായിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് പോയി. ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നീ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറയിച്ചാൽ കാണുമെന്ന് കൂടെ നീ വിശ്വസിക്കണം. പ്രവചനം പറയുന്നതല്ല, പ്രവചനം പറഞ്ഞത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത്. പ്രവചനം പറയാൻ എളുപ്പമായിരിക്കാം, പ്രവചനം പറയുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ പ്രവചിക്കുന്ന വ്യക്തി ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ സ്വത്രമാലിയ ഏറ്റവും കൂടുതൽ ആർക്കാ ബുദ്ധിമുട്ട് വരുന്നറിയാം, ആർക്കാന്നറിയാം ശിക്ഷ? അത് പ്രവചിക്കുന്ന വ്യക്തിക്കായിരിക്കും. അത് നടന്നില്ലെങ്കിൽ, അത് നടക്കുന്നില്ലെങ്കിൽ, അത് കാണുന്നില്ലെങ്കിൽ അതിന് കണക്ക് കൊടുക്കേണ്ടവർ പ്രവചിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറക്കരുത്, ദൈവത്തിന്റെ പ്രവചനം അത് കല്ലിലെഴുതിയ ചിത്രം പോലെയാണ്. ഈ രാത്രി വിളിച്ചു പറയുന്നു, ഈ സഭയോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങാൻ തയ്യാറാണോ? ശബ്ദിക്കാൻ തയ്യാറാണോ? അതിരം തുറക്കാൻ തയ്യാറാണോ? അതിരത്തെ ക്ലിയർ ആക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണ്. നമ്മുടെ നാവിന്റെ അധികാരം അത്ര വലുതാണ്. കാരണം നമ്മൾ സാധാരണക്കാരല്ല. അടുത്ത കൈയോട് തുറന്ന് നമ്മൾ സാധാരണക്കാരല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അസാധാരണമായ അഭിഷേകമാണ്, അസാധാരണമായ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അസാധാരണമായ അഭിഷേകത്തെ നാം ചുമക്കുന്നവരാ. ഇത് നമുക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സ്ഥലത്ത് പൂത വളയ നിന്നെ കണ്ട ആ സാധനം ആദ്യം അലറും, അടുത്തോട്ട് വരരുതെന്ന് പറയും. അപ്പൊ നിന്റെ മേലെ അഭിഷേകം ഉണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്.
നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാണെന്ന് എന്തുകൊണ്ടെന്നറിയാവോ? നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ കരുണയും കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവ് തൊടുപുഴയ്ക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാനിതിനാ തൊടുപുഴയ്ക്ക് വന്നു, ഇവിടെ വീട് സ്ഥലമൊക്കെ ഉണ്ട്. കർത്താവ് പറഞ്ഞില്ല, പോകണം തൊടുപുഴയ്ക്ക്, അവിടെ 10,000-കണക്കിന് ആത്മാക്കളുണ്ട്. 2.5 വർഷമായി ഞാൻ തൊടുപുഴ പോയി ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ വിശ്വാസികളുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു സർവീസിന് 200 പേരുണ്ട്. സൺഡേ 3 സർവീസ്, ഒന്ന് ശനിയാഴ്ചത്തേക്ക് മാറ്റി. രാവിലെ 6 മണി തൊട്ട് 8:30 വരെ ആദിത്യ ആരാധന, പിന്നെ 10 തൊട്ട് 2 മണി വരെ. വിശ്വാസികൾ പോകുമ്പോൾ 8 മണി രാത്രി. എല്ലാ ആഴ്ച സ്നാനം. മുസ്ലിങ്ങൾ ഹിന്ദുക്കളൊക്കെ സ്നാനപ്പെടുക. ഒരു ഇന്നലെ കഴിഞ്ഞ സൺഡേയിലുണ്ട് 7 പേര് സ്നാനത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ തന്നെ സ്നാനക്കുളം സെറ്റ് ചെയ്തേക്കുക. ഞങ്ങളുടെ പുൾപ്പറ്റ് ഒരു ഭാഗത്ത് ട്രിം വായിക്കുന്ന പിള്ളേരിക്കുന്ന സ്ഥലം സ്നാനക്കുളമാണ്. എപ്പോൾ വന്നാലും റെഡിയാണ് പിടിച്ചു മുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനതവിടെ പണിയുമ്പോൾ എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റർ ഇവിടെ വിശ്വാസികളില്ലാതെ ഈ ചർച്ച് പണിതിട്ട് പാസ്റ്റർക്ക് പിരാന്താണോ? ഞാൻ പറഞ്ഞു, അതെ, എനിക്കതെല്ലാം മൂത്ത പിരാന്താ. 50 വർഷം 60 വർഷമായിട്ട് ഇരിക്കുന്നവർ 10-20 പേരെ കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ റീസണുണ്ട്. ദൈവശബ്ദം കേട്ടിറങ്ങിയപ്പോൾ അവിടെ ജനം വിടുവിക്കപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഇതിനകത്ത് കൊള്ളാവുന്ന ആളുകൊണ്ട് മാത്രം ഇരിക്കാനുള്ളതല്ല, ഇത് നിറഞ്ഞു കവിയുന്ന വെളിപ്പാട് എൻ്റെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ തയ്യാറാകണം. എന്നതിന് ആദരം തുറന്ന് പറയണം, ഈ ആലയത്തെ നിറയ്ക്കുന്നവൻ, അധികാരമുള്ളവൻ, വാഗ്ദത്തങ്ങളെ തരുന്നവൻ, ദൈവപ്രവൃത്തിയോട് ഏൽപ്പിക്കുന്നവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറ, അടുത്തേക്ക് മേലെ നെഗറ്റീവ് പറയുന്നു പറ. നീ അടുത്ത് പറഞ്ഞു, 1 പറയുമ്പോ 2 പറയാൻ നിൽക്കരുതെന്ന് പറ. ഹലോ, അച്ചായൻ 1 പറഞ്ഞ അമ്മമ്മയ്ക്ക് 2 പറയാതിരിക്കാൻ പറ്റത്തില്ല. അച്ചായൻ 2 പറഞ്ഞ അമ്മമ്മ 4 പറയാതിരിക്കത്തില്ല. ഇത് രണ്ടും പ്രശ്നമാണ്. നിങ്ങളുടെ കാര്യമല്ല. സ്വത്രം പറഞ്ഞേ, സത്യമായിട്ട് നിൻ്റെയൊക്കെ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞേനെ, വീട്ടിൽ നമ്മൾ പറയുന്ന വാക്കുകളെ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ വായിലെ വാക്കുകൊണ്ട് എന്തെല്ലാം നന്മകൾ തടസ്സപ്പെട്ടു, എന്തെല്ലാം അനുഗ്രഹങ്ങളെ തടസ്സപ്പെട്ടു, എന്തെല്ലാം വാഗ്ദത്തങ്ങൾ തടസ്സപ്പെട്ടു, എന്തെല്ലാം കാര്യങ്ങൾ ബ്ലോക്കായി. അത് തുറക്കണമെന്ന് രാത്രി നീ പറയണം, യേശുവിന്റെ നാമത്തിൽ അത് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ലേ, പാസ്റ്റർ എന്നറിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാം തടസ്സമാണ്. സത്യം നീയാ തടസ്സം. തടസ്സം ആരാ? അയ്യോ, നിങ്ങളില്ല കേട്ടോ, നിങ്ങൾ വളരെ മാന്യരാ. കുഴപ്പമില്ല, ബന്ധം പറയാണ്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയവരും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സത്യം ഞാൻ പറയട്ടെ, നമ്മുടെ പല വിശ്വാസികളും അനുഗ്രഹം പ്രാപിക്കാത്ത റീസണും അനുഗ്രഹം നഷ്ടപ്പെടാനുള്ള റീസണും നമ്മുടെ വായിലെ വാക്കുകൊണ്ടാണ്. എന്നോട് ദൈവം സ്കൂൾ തുടങ്ങാനും ചർച്ച തുടങ്ങാനും അനാഥാലം തുടങ്ങാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള പാസ്റ്റേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലത്, നിങ്ങൾ ഏൽപ്പിച്ചതല്ല. കേട്ട് മടുത്തപ്പോൾ എനിക്കൊരു സംശയം, ശരിയാണോ ഞാൻ കേട്ടത് തെറ്റാണോ? അന്ന് എൻ്റെ വഴി അടഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിത്തിട്ടപ്പോൾ ആ വിത്ത് ഒരു വലിയ കളയായിട്ട് മാറി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലേക്ക് ആരെങ്കിലും വിഷവിത്തിടാൻ വന്നാൽ അത് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കണം. അത് അവിടെ വെച്ച് മുളകിൽ നുള്ളിക്കളഞ്ഞേക്കണം. അല്ല, എൻ്റെ ചർച്ചിൽ ചില ആൾക്കാർ വന്നിട്ട് പറയും, പാസ്റ്റർ അറിഞ്ഞായിരുന്നോ, അവരിങ്ങനെ പറയും, മേലാൽ എൻ്റെ അടുക്ക വരരുത്, എന്തെങ്കിലും നല്ല കാര്യം പറയാണ്ടേ വാ. എനിക്ക് ആരും കുറ്റം കേൾക്കാൻ സമയമില്ല, കാരണം എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച് ഒത്തിരി പണിയുണ്ട്, അതുകൊണ്ട് അത് ചെയ്തല്ലേ പറ്റൂ. ഇന്ന് രാത്രി മറക്കല്ലേ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതേപോലെ ചെയ്യാൻ തയ്യാറായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്ററെ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ദേശത്തിന് വേണ്ടിയിട്ട് നിൽക്കുക. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് ജനം നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ പാർക്കുന്ന ഇടത്ത് ജനം നിങ്ങളുടെ അടുക്കൽ വരും. ദൈവശബ്ദം കേൾക്കേണ്ടതിന് ഈ രാത്രി ദൈവശബ്ദം കേൾക്കാനുള്ള കാതുകളെ ഒന്ന് തുറന്നു വെച്ചാട്ടെ. ദൈവിക വെളിപ്പാട് കാണാനുള്ള കണ്ണുകളെ ഒന്ന് തുറന്നു വെച്ചാട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ കേൾക്കാനുള്ള കാര്യങ്ങളെ ഇന്ന് രാത്രി ഒന്ന് തുറന്നു വെച്ചാട്ടെ. പറഞ്ഞ്, അപ്പാ, എനിക്ക് നിന്റെ വാക്ക് കേൾക്കണം, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, എനിക്ക് നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണം. ഇന്ന് രാത്രി എൻ്റെ നാവിനൊന്ന് ശുദ്ധീകരിക്കണമേ. യെശയ്യാവ് പ്രൈസ് ജനത്തോട് വിളിച്ചു പറഞ്ഞു, ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെയ്തു തരിക എന്ന് പറഞ്ഞുകൊണ്ട് അകൃത്യഭാരം ചുമക്കൻ ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളെന്ന് പറഞ്ഞ് പ്രവചിച്ച പ്രവാചകൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതുവരെ കേട്ടുകൊണ്ട് പ്രവചിച്ചവൻ അന്ന് രാത്രി ഒരു കാഴ്ച കാണുകയാണ്. അവൻ സ്വത്രം വരുവാനുള്ളവനെ, അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞു, അവൻ കാണേണ്ടതുപോലെ കാണേണ്ടപ്പോൾ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറവരടയായി. എന്നാൽ അതിന് അടുത്ത കാര്യം കാണുന്നത് ഇങ്ങനെയാണ്. ഒരു ദൂതൻ ഇറങ്ങി വന്നു, ഒരു കനലെടുത്തു, ഒരു കൊടില് കൊണ്ട് പറന്നു വന്ന് അവൻ്റെ ആദരത്തെ തൊടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആദര ശുദ്ധി ഉള്ളതാണ്. ഇന്ന് രാത്രികാലം തീ ശുദ്ധിക്ക് കൊള്ളാം,
കൊള്ളാം, തീ ഭക്ഷണത്തിന് കൊള്ളാം, തീ ചില അഗ്നിക്ക് കൊള്ളാം, തീ ചിലത് സ്വത്രം കരിച്ചു കളയാൻ കൊള്ളാം, തീ ചിലത് ജ്വലിപ്പിക്കാൻ കൊള്ളാം, തീ ചിലത് ശക്തമായി വെളിപ്പെടുത്താൻ കൊള്ളാം, തീ ചിലത് അഭിഷേകത്തിന് നിറവായി ഇറങ്ങാം. ചില തീക്കകത്ത് ഇറങ്ങിയാലും അത് കത്തത്തില്ല. കാരണം എന്താ? അത് വായ്ത്തതവുള്ളവൻ തീക്കകത്ത് ഇറങ്ങിയാൽ അവരുടെ ശരീരത്തിന് ഒരു മങ്ങല് പോലും പറ്റത്തില്ല. കാരണം അവൻ കേട്ട ശബ്ദം അതാണ്, പെരുവെള്ളം നിന്നെ മൂടത്തില്ല, അഗ്നി ദഹിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തീ ജ്വലിക്കുന്നത് എനിക്ക് നിനക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ചില തീ ജ്വലിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടപ്പോ വെള്ളം പറ്റിയോ? ചന്ദ്രക്ക് മേശക്ക് അഭയന്തരവനെ തീയിലിട്ടപ്പോ വെള്ളം പറ്റിയോ? പ്രൈസ് ദി ലോർഡ്. തീയുടെ പ്രത്യേകത, അഭിഷേകത്തിന്റെ നിറവോടെ നിൽക്കുന്നവനെ തൊടാൻ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ കണ്ടിട്ട് ഒരു വ്യക്തിക്ക് പോലും നിന്നെ തൊടാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവം നിന്നെ പരിപാലിപ്പനിടയായി തരും. ഇന്ന് രാത്രി വിശ്വസിച്ചു, നിന്റെ നാവ് ക്ലിയർ ആണെങ്കിൽ ഈ ദേഹമാസകലം ക്ലിയർ ആകാൻ പോകുക. നിന്റെ നാവ് ക്ലിയർ ആണെങ്കിൽ അനീതി ലോകമാകത്തില്ല. അത് ജീവചക്രത്തിന് തീ കൊടുക്കും, പക്ഷേ അതിന് നരകത്താൽ കത്തിക്കത്തില്ല. അത് സ്വർഗത്തിന്റെ തീ കത്തുന്ന ഇടമായി മാറും. ഇന്ന് രാത്രി നെഗറ്റീവുകൾ മാറട്ടെ, ഇന്ന് രാത്രി പ്രതിസന്ധികൾ മാറട്ടെ, ഇന്ന് രാത്രി എതിർപ്പുകൾ മാറട്ടെ, ഇന്ന് രാത്രി പ്രതികൂലങ്ങൾ മാറട്ടെ. ഈ രാത്രി വിളിച്ചു പറയാൻ എന്റെ ആദരത്തെ കർത്താവേ ഒന്ന് ശുദ്ധിയുള്ളതാക്കി തീർക്കണമേ. നിങ്ങൾ ഇന്നോട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കാണാൻ പറ്റും. ചില സഹോദരിമാർ പറയും എന്റെ തല പൊട്ടിപ്പോവാ രാവിലെ എഴുന്നേക്കാൻ നേരത്ത്. പറയാറുണ്ടോ? അങ്ങനെ പറയുന്നവരൊന്ന് കൈ ഉയർത്തിക്കുക. ചില ദിവസങ്ങളിൽ കൈ ഉയർത്തലെന്ന് എനിക്കറിയാം, പക്ഷേ ഈ സ്ത്രീയുടെ തല പുരുഷനാ. ഇത് നിങ്ങൾ പാവ കേട്ടോ, ഞങ്ങളുടെ തല പൊട്ടിപ്പോവാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സ്ത്രീയുടെ തല പുരുഷനാ, പുരുഷന്റെ തല ക്രിസ്തുവാ. നിങ്ങൾ എൻ്റെ തല പൊട്ടിപ്പോന്ന് പറഞ്ഞ പാവം, അതിൻ്റെ ഇടപാട് തീരുന്ന. അതുകൊണ്ട് വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ചോണം. ചില വാക്കുകളൊക്കെ ആഴത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തേ, നമ്മുടെ വായിലെ വാക്ക് ഇല്ലാത്തതിനെ ഉളവാക്കും. പറഞ്ഞു ഇല്ലാത്തതിനെ മറ്റു ഭാഗത്ത് പറഞ്ഞു ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കഴിയും. ശൂന്യത്തിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയും. ഇന്ന് രാത്രി നിനക്കില്ലാത്തത് എന്താണോ, നിന്റെ തലമുറയ്ക്കില്ലാത്ത ജ്ഞാനമാണോ, പറയണം എൻ്റെ തലമുറയ്ക്ക് ജ്ഞാനം തന്നതിനായി സ്തോത്രം, എൻ്റെ തലമുറയ്ക്ക് അറിവ് കൊടുത്തതിനായി സ്തോത്രം, എൻ്റെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തതിനായി സ്തോത്രം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, എനിക്ക് നല്ല ആത്മീയ ജീവിതം തന്നതിനായി സ്തോത്രം, അങ്ങനെ കൃപാവരങ്ങൾ എനിക്ക് തന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അതായിരിക്കണം ഈ രാത്രി ജ്വലിക്കേണ്ടത്, അതായിരിക്കണം ജ്വലിക്കേണ്ടത്, അതായിരിക്കണം നടക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ, ഒരു പേടിയുള്ള കൊച്ചിന്, ആ കൊച്ചിൻ്റെ അടുത്ത ഒരാൾ എക്സാം എഴുതിയിരിക്കുകയാണ്, ആ കൊച്ചിനും പേടിയായിരിക്കും അല്ലേ? അവർ പറയും പാടായിരിക്കും. എൻ്റെ ഭാര്യ ഡ്രൈവിംഗ് ലൈസൻസിന് പോയി, മുമ്പിൽ പോയ 6 പേര് തോറ്റു. ആ 6ാമത്തെ സ്ത്രീ വന്നിട്ട് പറയാം നീയും തോക്കുമെന്ന്. എന്നെന്ന് നീയും? ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് എടി ഞാനാ അതിൻ്റെ കൂടെ നിൽക്കുന്നേ, കർത്താവ് കൂടെ, നീ ധൈര്യമായിട്ടും കയറിക്കോ. എൻ്റെ ഭാര്യ ജയിച്ചു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി ചോദിക്കുക, അതന്നെ ഞങ്ങളെ മാത്രം തോപ്പിച്ചത്, നിനക്ക് മാത്രം ലൈസൻസ് തന്നേ. അത് അവരോട് ചോദിക്കണം. ഒറ്റ റീസണുള്ളതേ. ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ ഭാര്യ ലൈസൻസ് എടുക്കാൻ വന്നു, അവൾ പഠിച്ചിട്ടുണ്ട്, ശകലം പേടിയുണ്ട്, അതങ്ങ് മാറ്റി കൊടുക്കണം. അവൾ കയറി കുറച്ചു നേരം ഓടിച്ചപ്പോൾ ആ വെഹിക്കിൾ പറഞ്ഞ് നിർത്തിക്കോ, പാസ് എന്ന് പറഞ്ഞു. ഈ 6 പേര് തോറ്റപ്പോഴും ഞാൻ പേടിച്ചില്ല. കാരണം എന്നോട് കർത്താവ് പറഞ്ഞു ഈ ടെസ്റ്റിൽ നിന്റെ ഭാര്യ പാസ്സാവുമെന്ന്. ഞാനെന്തിനെ പേടിക്കുന്നേ? ഇന്ന് രാത്രി പേടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. എൻ്റെ ഭയത്തെ മാറ്റണം, എൻ്റെ നിരാശയെ മാറ്റണം, എൻ്റെ സങ്കടത്തെ മാറ്റണം, എൻ്റെ വേദനയെ മാറ്റണം, എൻ്റെ എതിർവാക്കുകളെ മാറ്റണം. എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ളതായിരിക്കണം. എൻ്റെ വാക്ക് ഞാൻ പറയുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരണം. സ്വത്രം ആധരം കൊണ്ട് നിന്നെ സ്തുതിക്കുന്ന ഈ ആധരം കൊണ്ട് നെഗറ്റീവ് പറയാനല്ല, നിന്നെ സ്തുതിക്കുന്ന ആധരം കൊണ്ട് ആ ചീത്ത വിളിക്കാനുള്ളതല്ല, നിന്നെ സ്തുതിക്കുന്ന ആധരം കൊണ്ട് സ്വത്രം കെട്ട വാക്കുകൾ പറയാനുള്ളതല്ല, നിന്നെ സ്തുതിക്കുന്ന ആധരം കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാവ് ഒരു ചെറിയ അവയവമാണ്, വലിയ കാടിനെ കത്തിക്കും. വലിയ കാട് കത്താതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് രാത്രി വാക്കുകൾ നിർത്തുക, സമയം പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി സഭയോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. നാവ് കൊണ്ട് ക്ലിയറായി സംസാരിക്കാൻ തുടങ്ങിക്കോളുക. അത് തിരിച്ചറിഞ്ഞോളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമരി കർത്താവിന്റെ ദാസന സഭയ്ക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു.
ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഈ രാത്രി കാലം കേൾക്കുവാൻ കൊണ്ടും കർത്താവ് ഇടയാക്കിയല്ലോ. ഇപ്പോൾ നമുക്കൊരു പ്രത്യാശഗാനം പാടി അല്പസമയം കർത്താവിനെ സ്തുതിച്ചതിന് ശേഷം ആമേൻ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകാം. ജയ്സിംഗ് ക്ലാസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവന്നു നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദര, നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്കുവന്നു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പാടിലാരും പാടിടാത്ത പാട്ടുതങ്ങൾ പാടും, പാടിലാരും പാടിടാത്ത പാട്ടുതങ്ങൾ പാടും. പാടിലാരും ചൂടിടാത്ത വടമുടി ചൂടും, പാടിലാരും ചൂടിടാത്ത വടമുടി ചൂടും. ജീവന്റെ യാതനായി ത്യാഗം സഹിച്ചതാ സിയോൻ മണവാളനോട് സിയോൻ ദൂരെ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻ ദൂരെ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. 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 എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഹല്ലേലൂയ.
ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണ്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനായി തീരുമെന്ന് ഈ രാത്രി കാലം നമ്മെ കേൾപ്പിച്ചല്ലോ. അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിന്മേൽ വരുവാനിടയാകാതെ വേണം അതിർദ്വാരം കാക്കുന്നവരായി തീരുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തരേണ്ടതിനായി നാവിൻ തുമ്പിൽ അധികാരമിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി കാലം നമ്മെ കേൾപ്പിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുക, നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാനൊക്കെ വേണം കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേ. കർത്താവിന്റെ അഭിഷക്തനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആമേ. രാത്രികാലം തന്റെ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാനൊക്കെ ഇടയായല്ലോ. വിശ്വാസത്തിന്റെ പാതയിൽ കൂടെ വീണ്ടും മുന്നേറുവാനൊക്കെ വേണം കർത്താവ് തന്നെ ശക്തീകരിക്കേണ്ടതിനായി അയക്കുന്ന സ്ഥാനങ്ങളെല്ലാം അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനുള്ള കൃപ കർത്താവ് കൊടുക്കേണ്ടതിനായി തന്നെ നേതൃത്വം നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി തന്റെ കുടുംബത്തെ തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തികളായി കുടുംബങ്ങളായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക യാത്രയിലായിരുന്നു. രാത്രികാലം ആമേ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ കടന്നു വരുവാനും ആരാധനയെ സംബന്ധിപ്പാനും പ്രിയപ്പെട്ടവനെ കർത്താവ് ശക്തീകരിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പ്രിയ ജയ്സിംഗ് ഭാഷ തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനല്ല പിതാവേ, കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയപ്പെട്ടതായ പ്രത്യേക ദാസനായി സ്വോത്രം, സഭയ്ക്കായി സ്വോത്രം, ദൈവമക്കൾ ഓരോന്നക്കായി സ്വോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ടതാണ് വചനത്തിന് മുമ്പിലായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കേൾപ്പിച്ച ഞങ്ങളുടെ ദാസനെയും പ്രവർത്തനങ്ങളെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റായി കടന്നു വന്നു അവിടുത്തെ നാമത്തെയും മഹത്വപ്പെടുത്തുകയും ജനത്തെയും കർത്താവിടുന്ന് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കേട്ട് ഈ രാത്രി കേട്ടതുപോലെ ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിന്റെ ധ്യാനം പ്രസാദകരമായി തീരുവാൻ ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ജീവനുള്ള സാക്ഷികളായി നന്മയുള്ളതായി തീരുന്നതിനായി ഒരു അനുഗ്രഹപ്പെട്ട വാക്കുകളായി തീരണം. ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കുക, ഞങ്ങളെ ബലപ്പെടുത്തുക. രാജ്യത്തിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു കുടുംബമായി കാണപ്പെടുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണേന്ന് പ്രാർത്ഥിക്കും. കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപയിൽ മറയ്ക്കും. മടക്കിയ യാത്രയിൽ സ്വർഗീയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. പോക്കുള്ള തരത്തിലെല്ലാം അവിടെ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിക്കും. പിന്നെയും കണ്ടുമുട്ടുന്നതിൽ അവിടെ ചെറുകടിയും മറച്ചു കൊള്ളാം. അവിടുത്തെ വലിയ നാമാത്രം മഹത്വപ്പെടുത്തി എല്ലാ മഹത്വം തിരുമേനിയെടുത്തുകൊള്ളാം. അതിനെ താഴ്ത്തുന്നു യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകത്തിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നുപോയ ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവനാട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ